അപ്പോൾ പുതിയൊരു കഥയുമായി ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അവസാനം വരെ എത്തുമ്പോൾ നിങ്ങളത് മറന്നുപോകും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ അത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഥയിലേക്ക് കടക്കാം. ശ്രീലക്ഷ്മി, ആ വി ഗ്രൂപ്പിൻ്റെ ഫയൽ ചെക്ക് ചെയ്ത് അയച്ചല്ലോ അല്ലേ? വിശ്വനാഥൻ ചോദിക്കവേ ശ്രീ പതിയെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവൾ അന്നേരം ഏതോ ഫയൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പൂർണ്ണമായും അതിൽ തന്നെയായിരുന്നു അവളുടെ ശ്രദ്ധ. അതുകൊണ്ട് വിശ്വനാഥൻ സാർ ചോദിച്ചത് അവൾ വ്യക്തമായി കേൾക്കുകയും ചെയ്തില്ല. എന്താ സാർ? ബി ഗ്രൂപ്പിൻ്റെ ഫയൽ? ഓ യെസ് സാർ, അത് ഞാൻ ഇന്നലെ തന്നെ സബ്മിറ്റ് ചെയ്തു. ശ്രീലക്ഷ്മി ചെറിയൊരു ചിരിയോടെ മറുപടി പറഞ്ഞു. വെരി ഗുഡ് ഡിയർ. വിശ്വനാഥൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അതല്ലെങ്കിലും അയാൾക്കറിയാം ശ്രീലക്ഷ്മി അതെല്ലാം വേണ്ട വിധം കൈകാര്യം ചെയ്യുമെന്ന്. വന്നൊരു വർഷമായിട്ടുള്ളൂ എങ്കിലും എ വി ഗ്രൂപ്പിൻ്റെ അടിവേര് അളന്നു പഠിച്ചു വെച്ചിട്ടുണ്ട് ശ്രീലക്ഷ്മി. പ്രായത്തിൽ വളരെ ചെറുപ്പമാണെങ്കിലും ശ്രീലക്ഷ്മിയുടെ ബുദ്ധിയും വിവേകവും ഒരുപാട് മുമ്പിലാണ്. വിശ്വനാഥന് അവളോട് നല്ല മതിപ്പുണ്ട്. ഒരു കൊല്ലം മുമ്പെയാണ് അയാൾ തൻ്റെ ഉറ്റ സുഹൃത്തായ നരേന്ദ്രൻ്റെ മകൾ ശ്രീലക്ഷ്മിയെ കമ്പനിയിലേക്ക് ജോലിക്കെടുക്കുന്നത്. സുഹൃത്തിനെ ഒന്ന് സഹായിക്കുക എന്ന ലക്ഷ്യത്തിൽ വിശ്വനാഥൻ ചെയ്തൊരു പ്രവൃത്തിയായിരുന്നു അത്. എങ്കിലും ഇപ്പോൾ അത് കാരണം ലാഭമുണ്ടായത് അയാൾക്ക് തന്നെയാണ്. ശ്രീലക്ഷ്മി കാരണം നിരവധി ഓഫറുകളാണ് ആ കമ്പനിക്ക് പിന്നീട് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് വിശ്വനാഥൻ അവളെ തൻ്റെ PA ആക്കിയതും. വിശ്വനാഥൻ സാറിൻ്റെ ക്യാബിനിൽ നിന്നും ഇറങ്ങുമ്പോൾ ശ്രീലക്ഷ്മിയുടെ മുഖത്ത് ആശ്വാസത്തിൻ്റെ ഒരു നേർത്ത പുഞ്ചിരി ഉണ്ടായിരുന്നു. അവളുടെ കഴിവിൽ വിശ്വനാഥൻ സാറിനുള്ള വലിയ വിശ്വാസം തന്നെയാണ് ഈ കമ്പനിയിൽ തുടരാൻ അവൾക്ക് നൽകുന്ന ഏക ഊർജം. എന്നാൽ ഓഫീസിലെ എയർ കണ്ടീഷണർ തണുപ്പിൽ നിന്നും വൈകുന്നേരം 5:30 അവൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പുറത്തെ ചൂടിനേക്കാൾ വലിയൊരു വേവലാതി അവളുടെ മനസ്സിനെ പുതിയാൻ തുടങ്ങിയിരുന്നു. ബാഗും തോളിലിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ അവളുടെ ചിന്തകൾ പതിയെ വീട്ടിലെ അവസ്ഥകളിലേക്ക് വഴുതി വീണു. ആഡംബര കാറുകളും കോർപ്പറേറ്റ് ഫയലുകളും നിറഞ്ഞ ആ ലോകത്ത് നിന്നും യാഥാർത്ഥ്യത്തിൻ്റെ കയ്പുള്ള മറ്റൊരു ലോകത്തേക്കുള്ള ദൂരമായിരുന്നു ആ വൈകുന്നേരത്തെ യാത്ര. തിരക്കേറിയ KSRTC ബസ്സിൻ്റെ ജനൽ കമ്പികളിൽ തലചായ്ച്ചിരിക്കുമ്പോൾ ശ്രീലക്ഷ്മിയുടെ കണ്ണുകൾ പുറത്തെ കാഴ്ചകളിലായിരുന്നു. അവളുടെ മനസ്സിൽ അന്നേരം ചില കൂട്ടിക്കിഴിക്കലുകൾ നടക്കുകയായിരുന്നു. ഈ മാസത്തെ ശമ്പളം കിട്ടിയ ആദ്യം അച്ഛൻ്റെ മരുന്നുകൾ വാങ്ങണം. പ്രഷറിൻ്റെ ഗുളിക തീരാറായെന്ന് അമ്മ വിളിച്ചു പറഞ്ഞിരുന്നു. മാളുവിൻ്റെ കോളേജ് ഫീസ് അടക്കാനുള്ള അവസാന തീയതി അടുത്ത ആഴ്ചയാണ്. അതിനൊരു വഴിയും കണ്ടെത്തണം. വീട്ടുവാടകയും പലചരക്ക് കടയിലെ ബാക്കിയും. ശ്രീലക്ഷ്മി ഒരു എത്തും പിടിയും കിട്ടാതെ ഒന്ന് നെടുവീർപ്പിട്ടു. വിശ്വനാഥൻ സാറിൻ്റെ കമ്പനിയിൽ നല്ലൊരു തസ്തികയും മാന്യമായ ശമ്പളവും ഉണ്ടെങ്കിലും മുമ്പിലുള്ള ബാധ്യതകളുടെ മലവെള്ളപ്പാച്ചിലിൽ അതൊന്നിനും തികയാത്ത അവസ്ഥയായിരുന്നു ശ്രീലക്ഷ്മിക്ക്. ശ്രീലക്ഷ്മിയുടെ അച്ഛൻ നരേന്ദ്രൻ ഒരു കാലത്ത് വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു. ബിസിനസ് പങ്കാളിയുടെ ചതിയും തുടർച്ചയായ നഷ്ടങ്ങളും അയാളെ തകർത്ത് കളഞ്ഞു. ആ തകർച്ചയിൽ നിന്നും പിന്നീട് ഒരിക്കലും അയാൾക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. ബസ് സ്റ്റോപ്പിൽ നിന്നും ഏതാണ്ട് 1 കിലോമീറ്ററോളം ഇടവഴിയിലൂടെ നടന്ന് അവൾ ആ ചെറിയ വാടക വീടിൻ്റെ മുന്നിലെത്തി. ഒരു ചെറിയ വീട്. ഒരു കാലത്ത് വലിയ ബംഗ്ലാവിൽ ജീവിച്ചിരുന്നവർ ഇന്ന് ഈ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്നു. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ അകത്ത് നിന്നും അച്ഛൻ്റെ ദയനീയമായ ചുമ കേൾക്കാമായിരുന്നു. ശ്രീലക്ഷ്മി ദീർഘനിശ്വാസമെടുത്ത് മുഖത്ത് ഒരു കൃത്രിമ ചിരി വരുത്തിക്കൊണ്ട് വാതിൽ തള്ളി തുറന്നു. ആഹാ, മോളെത്തിയോ? ഇന്ന് കുറച്ച് വൈകിയല്ലോ കുഞ്ഞേ. ഹാളിലെ ചെറിയ കട്ടിലിൽ കിടക്കുകയായിരുന്ന നരേന്ദ്രൻ മകളെ നോക്കി ക്ഷീണിച്ച സ്വരത്തിൽ ചോദിച്ചു. പഴയ പ്രൗഢിയൊക്കെ നശിച്ചുപോയ രോഗം തളർത്തിയ ഒരു വൃദ്ധൻ. അതാണിപ്പോൾ ശ്രീലക്ഷ്മിയുടെ അച്ഛൻ നരേന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഒരു വശം ഏതാണ്ട് തളർന്ന മട്ടിലായിരുന്നു. അതെ അച്ഛ, ഓഫീസിൽ ചെറിയൊരു വർക്ക് തീർക്കാനുണ്ടായിരുന്നു, അതാ വൈകിയത്. അച്ഛൻ ഇന്ന് മരുന്നൊക്കെ കൃത്യമായി കഴിച്ചോ? അവൾ ബാഗ് മേശപ്പുറത്ത് വെച്ച് അച്ഛൻ്റെ അരികിൽ വന്നിരുന്നു. കഴിച്ചു മോളെ, നിൻ്റെ അമ്മ നിർബന്ധിപ്പിച്ച് കഴിപ്പിച്ചു. പക്ഷേ ആ പ്രഷറിൻ്റെ ഗുളിക തീർന്നു, നാളെ വാങ്ങാമെന്ന് വിചാരിച്ചു. പറയുമ്പോൾ നരേന്ദ്രൻ്റെ സ്വരത്തിൽ ഒരു കുറ്റബോധമുണ്ടായിരുന്നു. മകൾക്ക് തങ്ങളൊരു വലിയ ഭാരമായി മാറുന്നുണ്ടോ എന്ന ചിന്ത ആ അച്ഛനെ എപ്പോഴും അലട്ടിയിരുന്നു. അതൊക്കെ നമുക്ക് വേടിക്കാം അച്ഛാ. അച്ഛൻ്റെ നെറ്റിയിൽ തലോടി ആശ്വസിപ്പിച്ച ശേഷം ശ്രീലക്ഷ്മി അടുക്കളയിലേക്ക് നടന്നു. അമ്മേ. ശ്രീലക്ഷ്മി പിന്നിലൂടെ വന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. ശ്രീകുട്ടി, നീ വന്നോ? കഞ്ഞി പാകമായിട്ട് വരുന്നുണ്ട്. കുറച്ച് പയറുപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. നീ പോയി മുഖം കഴുകി വാ, ഞാൻ എടുത്തു വെക്കാം. സുമിത്ര മകളെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ശ്രീലക്ഷ്മി അടുക്കളയിലെ പാത്രങ്ങൾ സൂക്ഷിക്കുന്ന അലമാരയിലേക്ക് വെറുതെ ഒന്ന് നോക്കി. പലചരക്ക് സാധനങ്ങൾ പലതും തീർന്നിരിക്കുന്നു.
അരിപ്പൊടിയുടെയും പഞ്ചസാരയുടെയും ഡബ്ബകൾ ഏതാണ്ട് ശൂന്യമാണ്. ദാരിദ്ര്യം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ആ വീടിന് വിഴുങ്ങാൻ നിൽക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. തൻ്റെ ശമ്പളം വരാൻ ഇനിയും 5 ദിവസം കൂടിയുണ്ട്. അതുവരെ എങ്ങനെ തള്ളി നീക്കുമെന്ന ചോദ്യം അവളുടെ ഉള്ളിൽ തീകോരിയിട്ടു. അപ്പോഴാണ് അനിയത്തി മാളു അകത്തെ മുറിയിൽ നിന്നും പുസ്തകങ്ങളുമായി ഇറങ്ങി വന്നത്. ഡിഗ്രി അവസാന വർഷം പഠിക്കുന്ന അവൾ പഠനത്തിൽ വളരെ മിടുക്കിയാണ്. ചേച്ചിയെ കണ്ടതും അവളുടെ മുഖം തിളങ്ങിയെങ്കിലും പെട്ടെന്ന് തന്നെ ആ തിളക്കം മങ്ങി. ചേച്ചി, മാളു പതിയെ വിളിച്ചു. എന്താണ് മാളു, പഠിക്കുകയാണോ? ശ്രീലക്ഷ്മി എടുത്തു ചോദിച്ചു. അതേ ചേച്ചി, അത് പിന്നെ കോളേജിൽ അടുത്ത മാസം ഒരു സ്റ്റഡി ടൂറുണ്ട്. പിന്നെ സെമസ്റ്റർ ഫീസിൻ്റെ കാര്യവും സാർ പറഞ്ഞു. എല്ലാവരും പണം അടച്ചു തുടങ്ങി, ഞാൻ മാത്രം. മാളു വാക്കുകൾ പൂർത്തിയാക്കാതെ തല താഴ്ത്തി. നീ അതോർത്ത് വിഷമിക്കേണ്ട മാളു, ചേച്ചിയുടെ ശമ്പളം ഈ ആഴ്ച വരും. വന്നയുടനെ നിന്റെ ഫീസും ടൂറിൻ്റെ പൈസയും ഞാൻ തരാം. നീ ധൈര്യമായിട്ടിരിക്ക്, നന്നായി പഠിക്കുക കേട്ടോ. മാളുവിൻ്റെ തലയിൽ തലോടിക്കൊണ്ട് ശ്രീലക്ഷ്മി പതിയെ പറഞ്ഞു. രാത്രി ഭക്ഷണത്തിന് ശേഷം എല്ലാവരും ഉറങ്ങാൻ കിടന്നു. എന്നാൽ ശ്രീലക്ഷ്മിയുടെ കണ്ണുകളിലേക്ക് ഉറക്കം വന്നതേയില്ല. ആ കൂരയുടെ വിടവിലൂടെ അരിച്ചെത്തുന്ന നിലാവിനെ നോക്കി അവൾ അങ്ങനെ കിടന്നു. ചുറ്റും ദാരിദ്ര്യവും രോഗവും കഷ്ടപ്പാടുകളും മാത്രമാണ്. തൻ്റെ പ്രായത്തിലുള്ള മറ്റു പെൺകുട്ടികൾ പുതിയ വസ്ത്രങ്ങളെക്കുറിച്ചും യാത്രകളെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ താൻ നാളത്തെ ഒരു നേരത്തെ ആഹാരത്തെക്കുറിച്ചും അച്ഛൻ്റെ മരുന്നിനെക്കുറിച്ചും മാത്രമാണ് ചിന്തിക്കുന്നത്. പക്ഷെ അവൾ തളരാൻ തയ്യാറായിരുന്നില്ല. വിശ്വനാഥൻ സാർ തന്നിൽ അർപ്പിച്ച വിശ്വാസം, AV ഗ്രൂപ്പിൻ്റെ തന്ത്രങ്ങൾ പഠിച്ചെടുക്കാൻ താൻ കാണിച്ച ബുദ്ധിശക്തി, തനിക്ക് മുമ്പിലുള്ള വലിയ കോർപ്പറേറ്റ് ലോകം, ഇതൊക്കെ തൻ്റെ ആയുധങ്ങളാണെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും തൻ്റെ കുടുംബത്തെ ഈ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റുക തന്നെ ചെയ്യുമെന്ന് അവൾ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. കണ്ണിൽ നിന്ന് ഒലിച്ചിറങ്ങിയ ഒരു തുള്ളി കണ്ണീർ തുടച്ചു മാറ്റി നാളത്തെ പുതിയൊരു പുലരിക്കായി, പുതിയൊരു പോരാട്ടത്തിനായി ശ്രീലക്ഷ്മി കണ്ണുകൾ അടച്ചു. നല്ല നല്ല പ്രതീക്ഷയുമായി പിറ്റേന്നത്തെ പുലരി ഉദിച്ചു. പതിവ് പോലെ കൃത്യസമയത്ത് തന്നെ അവൾ ഓഫീസിലെത്തി. എന്നാൽ അന്ന് ഓഫീസിലെ അന്തരീക്ഷത്തിന് മറ്റെങ്ങുമില്ലാത്ത ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ജീവനക്കാരെല്ലാം കൂട്ടം കൂടി നിന്ന് എന്തോ ഗൗരവമായി ചർച്ച ചെയ്യുന്നുണ്ട്. വിശ്വനാഥൻ സാർ ഉടനെ തന്നെ എല്ലാവരുടെയും ഒരു അടിയന്തര മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകളോടും മീറ്റിംഗ് ഹാളിലേക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട്. സീനിയർ മാനേജർ പ്രകാശ് ശ്രീലക്ഷ്മിയോട് പറഞ്ഞു. ശ്രീലക്ഷ്മി വേഗത്തിൽ ആവശ്യമായ ഫയലുകളും ഡയറിയും എടുത്ത് മീറ്റിംഗ് ഹാളിലേക്ക് നടന്നു. ഹാൾ അപ്പോഴേക്കും ജീവനക്കാരെ കൊണ്ട് നിറഞ്ഞിരുന്നു. എല്ലാവരുടെയും മുഖത്ത് ആകാംക്ഷയും നേരിയ പരിഭ്രമവും പ്രകടമായിരുന്നു. കൃത്യം 10 മണിക്ക് വിശ്വനാഥൻ സാർ ഗൗരവത്തോടെ ഹാളിലേക്ക് കടന്നു വന്നു. അദ്ദേഹം തൻ്റെ സീറ്റിലിരുന്ന് എല്ലാവരെയും ഒന്ന് നോക്കി തുടർന്ന് സംസാരിക്കാൻ ആരംഭിച്ചു. ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും ഇവിടെ വിളിച്ചു കൂട്ടിയത് കമ്പനിയുടെ ഭാവി സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം അറിയിക്കാനാണ്. കഴിഞ്ഞ 20 വർഷമായി ഞാൻ ഈ കമ്പനിയെ മുന്നോട്ട് നയിക്കുന്നു. എന്നാൽ ഇപ്പോൾ തൻ്റെ ആരോഗ്യസ്ഥിതിയും പ്രായവും മുൻപോട്ടുള്ള യാത്രയിൽ ചെറിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതിനാൽ നമ്മുടെ കമ്പനിയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കാൻ പുതിയ കാലഘട്ടത്തിൻ്റെ ബിസിനസ് തന്ത്രങ്ങൾ അറിയാവുന്ന ഒരു പുതിയ നേതൃത്വം ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം ഒരു നിമിഷം നിർത്തി എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി. ഹാളിൽ കനത്ത നിശബ്ദത പടർന്നു. ശ്രീലക്ഷ്മി സാറിൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. ഇനി മുതൽ ഈ കമ്പനിയുടെ പൂർണ്ണമായ ചുമതലയും MD പദവിയും എൻ്റെ മകൻ ഏറ്റെടുക്കുകയാണ്. ലണ്ടനിൽ നിന്നും ബിസിനസ് മാനേജ്മെൻറ്റിൽ ഉയർന്ന ബിരുദവും അവിടെ പ്രമുഖ കമ്പനികളിൽ പ്രവർത്തിച്ചുള്ള പരിചയ സമ്പത്തുമാണ് അവൻ വരുന്നത്. അടുത്ത ആഴ്ച അവൻ ചാർജ് എടുക്കും. യുവത്വത്തിൻ്റെ പ്രസരിപ്പും പുതിയ ആശയങ്ങളും കമ്പനിക്ക് കൂടുതൽ ഊർജ്ജം നൽകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. വിശ്വനാഥൻ പറഞ്ഞു നിർത്തി. ഈ പ്രഖ്യാപനം കേട്ടതോടെ ഹാളിൽ ആളുകൾക്കിടയിൽ പതിഞ്ഞ സ്വരത്തിലുള്ള ചർച്ചകൾ ആരംഭിച്ചു. വിശ്വനാഥൻ സാറിൻ്റെ മകനെക്കുറിച്ച് ഓഫീസിൽ പല കഥകളും നേരത്തെ തന്നെ പ്രചരിച്ചിരുന്നു. അയാൾ കണിശക്കാരനാണെന്നും ബിസിനസ്സിൽ ലാഭത്തിന് മാത്രം പ്രാധാന്യം നൽകുന്ന ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത ഒരു സ്വഭാവക്കാരനാണെന്നാണ് കേട്ടുകേൾവി. പുതിയ ബോസ് വന്നാൽ പിന്നെ കാര്യങ്ങൾ എത്ര എളുപ്പമാവില്ല. പഴയതുപോലെ തമാശയും സ്വാതന്ത്ര്യവും ഒന്നും കാണില്ല. അടുത്തിരുന്ന പ്രകാശ് ശ്രീലക്ഷ്മിയോട് പതിയെ പറഞ്ഞു. ലണ്ടനിൽ നിന്നും പഠിച്ചിറങ്ങിയ ആളല്ലേ, നിയമങ്ങളും പെരുമാറ്റവും ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. ഒരൊറ്റ തെറ്റ് പറ്റിയ ജോലി തെറിക്കും. മറ്റൊരു ജീവനക്കാരൻ ആശങ്ക പങ്കുവച്ചു. ശ്രീലക്ഷ്മി ഒന്നും മിണ്ടിയില്ലെങ്കിലും അവളുടെ ഉള്ളിൽ ഒരു നേരിയ ആശങ്ക നിഴലിക്കാൻ തുടങ്ങി. വിശ്വനാഥൻ സാറിന് അവളിലുള്ള വിശ്വാസമാണ് അവളുടെ ഏറ്റവും വലിയ കരുത്ത്. എന്നാൽ പുതിയ ബോസ് വരുമ്പോൾ കാര്യങ്ങൾ എങ്ങനെയാവും? അയാൾ തൻ്റെ കഴിവിനെ അംഗീകരിക്കുമോ, അതോ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി തൻ്റെ സ്ഥാനത്തിന് എന്തെങ്കിലും ഇളക്കം തട്ടുമോ?
വീട്ടിലെ കഷ്ടപ്പാടുകൾക്ക് നടുക്കടലിൽ നിൽക്കുന്ന ഈ അവസ്ഥയിൽ ജോലിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് താങ്ങാൻ അവൾക്കാവില്ലായിരുന്നു. എങ്കിലും അവൾ പെട്ടെന്ന് തന്നെ ആ ഭയത്തെ മനസ്സിൻ്റെ കോണിലേക്ക് ഒതുക്കി വെച്ചു. താൻ 1 വർഷം കൊണ്ട് നേടിയെടുത്ത കഴിവും AV ഗ്രൂപ്പിൻ്റെ രഹസ്യങ്ങൾ വരെ വിരൽത്തുമ്പിലാക്കി വെച്ചിരിക്കുന്ന തൻ്റെ ബുദ്ധിശക്തിയും തന്നെയാണ് അവളുടെ യഥാർത്ഥ ആയുധം. പുതിയ ബോസ് ആരായാലും തൻ്റെ ജോലിയിലുള്ള കൃത്യത കൊണ്ട് അയാളുടെ വിശ്വാസം പിടിച്ചുപറ്റാൻ തനിക്ക് സാധിക്കുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. മീറ്റിംഗ് അവസാനിച്ചപ്പോഴേക്കും പുതിയ ബോസിൻ്റെ വരവിനെക്കുറിച്ചുള്ള ചർച്ചകളാൽ ഓഫീസ് മുഖരിതമായിരുന്നു. വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ കൊടുങ്കാറ്റിനെ നേരിടാൻ ശ്രീലക്ഷ്മി തൻ്റെ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുകയായിരുന്നു. അടുത്ത ദിവസം രാവിലെ തലേ ദിവസത്തെ ആശങ്കകളെല്ലാം മനസ്സിലൊതുക്കി പുതിയൊരു പ്രതീക്ഷയോടെയാണ് ശ്രീലക്ഷ്മി ഉണർന്നത് പോലും. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നേരിടണമെന്ന ദൃഢനിശ്ചയം അവളുടെ മുഖത്തുണ്ടായിരുന്നു. അന്ന് മാളുവിന് കോളേജിൽ ഒരു മോഡൽ പരീക്ഷയുമുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ പതിവിലും നേരത്തെ അവർ രണ്ടുപേരും വീട്ടിൽ നിന്ന് ഇറങ്ങി. സുമിത്ര ഉണ്ടാക്കി തന്ന കട്ടൻ ചായം കുടിച്ച് ഇളംവെയിൽ വീണു തുടങ്ങിയ ഇടവഴിയിലൂടെ അവർ പ്രധാന റോഡിലേക്ക് നടന്നു. എൻ്റെ മാളൂട്ടി, നന്നായി പഠിച്ച് ഒരു വലിയ നിലയിലെത്തണം കേട്ടോ. അതിനെന്ത് കഷ്ടപ്പാട് സഹിക്കാനും ഞാൻ തയ്യാറാണ്, ശ്രീ മനസ്സിൽ വിചാരിച്ചു. ചേച്ചി, എനിക്കിന്ന് എക്സാം ഉള്ളതുകൊണ്ട് കുറച്ച് പേടിയുണ്ട്. പാഠങ്ങളൊക്കെ നോക്കിയതാണെങ്കിലും എന്തൊരു പരിഭ്രമം പോലെ. മാളു ചേച്ചിയുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതൊന്നും സാരമില്ലടാ, നീ നന്നായി പഠിച്ചിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ പേടിക്കുന്നേ? പരീക്ഷയൊക്കെ നിനക്ക് സിമ്പിളായിരിക്കും, നീ നോക്കിക്കോ. ശ്രീലക്ഷ്മി മാളുവിൻ്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. അവർ സംസാരിച്ചുകൊണ്ട് റോഡിൻ്റെ വളവിലേക്ക് തിരിഞ്ഞു. KSRTC ബസ് വരുന്ന സ്റ്റോപ്പിലേക്ക് ഇനി അധികം ദൂരമില്ലായിരുന്നു. റോഡിൻ്റെ ആ ഭാഗത്ത് വലിയൊരു ചെളിക്കുഴി ഉണ്ടായിരുന്നു. തലേ ദിവസം പെയ്ത കനത്ത മഴ കാരണം ഓടയിലെ മലിനജലവും ചെളിയുമെല്ലാം കൂടി കലങ്ങി മറിഞ്ഞ് നിൽക്കുകയായിരുന്നു അത്. കാൽനട യാത്രക്കാർ വളരെ സൂക്ഷിച്ചാണ് ആ ഭാഗത്തുകൂടി നടന്നു പോയിരുന്നത്. പെട്ടെന്നാണ് ആ ശബ്ദം കേട്ടത്. ദൂരെ നിന്നും ഒരു കാർ അതിശക്തമായി വേഗതയിൽ പാഞ്ഞു വരുന്ന ശബ്ദം. ശ്രീലക്ഷ്മി പുറകോട്ട് തിരിഞ്ഞു നോക്കി. കറുപ്പ് നിറമുള്ള ഒരു ആഡംബര BMW കാർ ആ ഇടുങ്ങിയ റോഡിലൂടെ അമിത വേഗതയിൽ വളവ് തിരിഞ്ഞു വരികയാണ്. മാളു, മാറി നിൽക്ക്! ശ്രീലക്ഷ്മി ഉറക്കെ വിളിച്ചു പറഞ്ഞ് അനിയത്തിയെ ഒരു വശത്തേക്ക് വലിച്ചു മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ അതിനു മുമ്പേ എല്ലാം കഴിഞ്ഞിരുന്നു. വണ്ടിയുടെ ഡ്രൈവർ പെട്ടെന്ന് റോഡിലെ ചെളിക്കുഴി കാണുകയും വണ്ടി വെട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ടയറുകൾ ആ ചെളിക്കുഴിയിലേക്ക് ആഴ്ന്നിറങ്ങി. ബ്രേക്കിൻ്റെ കഠിനമായ ശബ്ദത്തോടെ കാർ അവർക്ക് തൊട്ട് മുന്നിൽ വന്ന് നിന്നു. ഒരു സെക്കൻഡ് വൈകിയിരുന്നെങ്കിൽ ആ വണ്ടി അവർ ഇടിച്ചു തെറിപ്പിച്ചേനെ. ഭയം കാരണം രണ്ടുപേരുടെയും ശ്വാസം നിലച്ചുപോയി. വലിയൊരു അപകടം ഒഴിവായെങ്കിലും ആ വേഗതയിൽ ടയർ ചെളിയിൽ പൂന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചെളി മാളുവിൻ്റെ അലക്കി വെളുപ്പിച്ച പുതിയ യൂണിഫോമിലേക്ക് വീണു. അവളുടെ മുഖത്തും മുടിയിലും നെഞ്ചിലുമെല്ലാം കറുത്ത ചെളി പറ്റിപ്പിടിച്ചു. ആകെ അലങ്കോലമായൊരവസ്ഥ. മാളു ഭയത്തോടും സങ്കടത്തോടും കൂടി സ്വന്തം വസ്ത്രത്തിലേക്കൊന്ന് നോക്കി. അവളുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു തുളുമ്പി. എൻ്റെ പരീക്ഷ, യൂണിഫോമില്ലാതെ എന്നെ ഇന്ന് ഹാളിൽ കയറ്റില്ല, അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. അനിയത്തിയുടെ അവസ്ഥ കണ്ടതും ശ്രീലക്ഷ്മിയുടെ ഉള്ളിലെ സങ്കടം പെട്ടെന്ന് കനത്ത ദേഷ്യമായി മാറി. അവൾ ഭയമെല്ലാം മറന്ന് ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ട് കാറിൻ്റെ അടുത്തേക്ക് നടന്നു. കാറിൻ്റെ മുൻവശത്തെ കറുത്ത ഗ്ലാസ് പതിയെ താഴേക്ക് നീങ്ങി. അകത്തിരുന്ന യുവാവ് ഡിസൈനർ ഷർട്ടും ബ്രാൻഡഡ് കൂളിംഗ് ഗ്ലാസ് ധരിച്ച് അതീവ ഗൗരവത്തോടെ ഇരിക്കുകയായിരുന്നു. മുഖത്ത് യാതൊരുവിധ കുറ്റബോധവും ഇല്ലെന്ന് മാത്രമല്ല, തൻ്റെ യാത്ര തടസ്സപ്പെടുത്തിയതിനുള്ള ഒരു അനിഷ്ടം ആ മുഖത്ത് പ്രകടമായിരുന്നു. അവൻ ലണ്ടനിൽ നിന്നും ബിസിനസ് പഠനം കഴിഞ്ഞ് തിരിച്ചെത്തിയ വിശ്വനാഥൻ്റെ മകൻ ആര്യനായിരുന്നു. എന്നാൽ ശ്രീലക്ഷ്മിക്ക് അതറിവില്ലായിരുന്നു. എന്താണോ താനീ കാണിച്ചത്? റോഡിലൂടെ വണ്ടി ഓടിക്കാൻ അറിയില്ലെങ്കിൽ വല്ല ഡ്രൈവിംഗ് സ്കൂളിലും പോയി പഠിക്കണം. അതല്ലാതെ ആൾക്കാരുടെ ദേഹത്തേക്ക് വണ്ടി കയറ്റുകയല്ല വേണ്ടത്, ശ്രീലക്ഷ്മി ശബ്ദമുയർത്തി ചോദിച്ചു. ആര്യൻ തൻ്റെ കൂളിംഗ് ഗ്ലാസ് അല്പം താഴ്ത്തി കാറിൽ നിന്നിറങ്ങാതെ തന്നെ അവളെ കനപ്പിച്ചൊന്ന് നോക്കി. അവൻ്റെ അഹങ്കാരം നിറഞ്ഞ നോട്ടം ശ്രീയെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു. ലുക്ക്, എനിക്ക് വലിയൊരു മീറ്റിങ്ങിന് പോകാനുള്ളതാണ്. എൻ്റെ സമയം കളയാൻ എനിക്ക് താല്പര്യമില്ല. ബ്രേക്ക് കൃത്യസമയത്ത് ഇട്ടതുകൊണ്ട് വലിയ അപകടമൊന്നും പറ്റിയില്ലല്ലോ. പിന്നെ ആ ഡ്രസ്സിൻ്റെ കാര്യമാണെങ്കിൽ, ആര്യൻ പരിഹസിക്കുന്ന മട്ടിൽ പറഞ്ഞു. അവൻ തൻ്റെ സീറ്റിനടുത്ത് ഇരുന്ന ലക്ഷറി വാലറ്റ് എടുത്തു. അതിൽ നിന്നും 500ൻ്റെ നോട്ടുകൾ പുറത്തേക്കെടുത്തു. എന്നിട്ട് യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ആ നോട്ടുകൾ കാറിൻ്റെ വിൻഡോയിലൂടെ ശ്രീലക്ഷ്മിയുടെ നേർക്ക് എറിഞ്ഞു കൊടുത്തു. ഇതുകൊണ്ട് അവൾക്ക് പുതിയൊരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്ക്. ബാക്കി പൈസ നിങ്ങളെടുത്തോ. ഇനി എൻ്റെ വഴിയിൽ നിന്ന് മാറ്. ആര്യൻ വളരെ അലക്ഷ്യമായി അധികാര സ്വരത്തിൽ പറഞ്ഞു. പണമെറിഞ്ഞു തന്ന അവൻ്റെ ആ പ്രവൃത്തി ശ്രീലക്ഷ്മിയുടെ ആത്മാഭിമാനത്തിന് മേൽ ഏറ്റ കനത്ത പ്രഹരമായിരുന്നു.
ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുകയോ പണത്തിൻ്റെ തിമിരം കണ്ട് തലകുനിക്കുകയോ ചെയ്യുന്നവളല്ല അവൾ. അവൾ താഴെ വീണ നോട്ടുകളിലേക്ക് നോക്കുക പോലും ചെയ്തില്ല. പകരം ആര്യൻ്റെ കണ്ണുകളിലേക്ക് വിരൽ ചൂണ്ടി ഇരച്ചു കയറി ദേഷ്യത്തോടെ സംസാരിക്കാൻ തുടങ്ങി. തൻ്റെ കയ്യിൽ ഒരുപാട് പണം ഉണ്ടാവും, വലിയ കാറുണ്ടാവും, പക്ഷെ ഒരു മനുഷ്യനാവാൻ വേണ്ട ബേസിക് മാനേഴ്സ് തനിക്കില്ല. പണം എറിഞ്ഞു തന്നാൽ തീരാവുന്നതാണോ എല്ലാം? ഇത്രയും വലിയൊരു അബദ്ധം ചെയ്തിട്ട് ഒരു പെൺകുട്ടിയുടെ വസ്ത്രം മുഴുവൻ നശിപ്പിച്ചിട്ട് സങ്കടത്തോടെ നിൽക്കുന്ന അവളെ നോക്കി ഒരു സോറി പറയാൻ പോലും തനിക്ക് തോന്നിയില്ലല്ലോ. കാശിൻ്റെ അഹങ്കാരത്തിൽ ആരെയും എന്ത് ചെയ്യാമെന്നാണോ വിചാരം? ശ്രീലക്ഷ്മിയുടെ വാക്കുകൾക്ക് നല്ല മൂർച്ചയുണ്ടായിരുന്നു. ആര്യൻ ആദ്യമായാണ് ഒരാളിൽ നിന്നും, അതും ഒരു സാധാരണ പെൺകുട്ടിയിൽ നിന്നും, ഇങ്ങനൊരു മറുപടി കേൾക്കുന്നത്. തൻ്റെ ആഡംബര ജീവിതത്തിലും ഇവിടുത്തെ കോർപ്പറേറ്റ് ലോകത്തിലും എല്ലാവരും അവൻ്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കാറേ ഉള്ളൂ. അവനെ ചോദ്യം ചെയ്യാൻ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല. ശ്രീലക്ഷ്മിയുടെ വാക്കുകൾ അവൻ്റെ അഹങ്കാരത്തിന് വലിയൊരു തിരിച്ചടിയായിരുന്നു. അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. നീ എന്നെ മാനേഴ്സ് പഠിപ്പിക്കാൻ വളർന്നിട്ടില്ല. നിന്നെ പോലെയുള്ളവർക്ക് പണമല്ലേ പ്രധാനം. അതിനാണ് ഞാൻ തന്നത്. അത് വാങ്ങി സ്ഥലം വിടാൻ നോക്ക്. ആര്യൻ കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അവളുടെ തൊട്ടു മുന്നിൽ വന്ന് നിന്ന് ആക്രോശിച്ചു. പണം എല്ലാവർക്കും വലുതായിരിക്കും സാർ, പക്ഷെ അന്തസ്സുള്ളവർ അത് അധ്വാനിച്ചുണ്ടാക്കും. തന്നെ പോലെ അഹങ്കാരം കാണിക്കുന്നവരുടെ മുന്നിൽ അടിയറവ് വെക്കാനുള്ളതല്ല ഞങ്ങളുടെ ആത്മാഭിമാനം. സംസ്കാരം പണം കൊടുത്ത് വാങ്ങാൻ കിട്ടില്ല, അത് സ്വന്തമായി ഉണ്ടാകണം. ശ്രീലക്ഷ്മി ഒട്ടും ഭയമില്ലാതെ അവൻ്റെ മുഖത്ത് നോക്കി ഉറപ്പിച്ചു പറഞ്ഞു. അവരുടെ വാക്തർക്കം കണ്ട് വഴിപോക്കരും നാട്ടുകാരും അങ്ങോട്ട് വരാൻ തുടങ്ങി. ആളുകൾ കൂടുന്നത് കണ്ടപ്പോൾ ആര്യന് കൂടുതൽ ദേഷ്യം വന്നു. തൻ്റെ പദവിക്ക് നിരക്കാത്തൊരു തെരുവ് ചർച്ചയിൽ ഏർപ്പെടാൻ അവൻ ആഗ്രഹിച്ചില്ല. നിന്റെ ഈ അമിത ധൈര്യം എവിടെയും എത്തിക്കില്ല. എന്നെ ചോദ്യം ചെയ്തതിന് നീ അനുഭവിക്കും, ആര്യൻ പല്ലിറുമ്മിക്കൊണ്ട് പറഞ്ഞു. അതപ്പം നോക്കാം, ഇപ്പോൾ താൻ വണ്ടിയെടുത്ത് പോയിക്കോ. ശ്രീലക്ഷ്മി തിരിഞ്ഞു നടന്നു. മാളു അവിടെ നിന്ന് കരയുകയായിരുന്നു. ശ്രീലക്ഷ്മി അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. സാരല്ലടാ, നമുക്ക് വീട്ടിൽ പോയി വേറെ വസ്ത്രം മാറി വരാം. പരീക്ഷയ്ക്ക് ഞാൻ സാറിനോട് സംസാരിച്ച് നിന്നെ കയറ്റാം. അവൾ അനിയത്തിയെ കൂട്ടി തിരികെ വീട്ടിലേക്ക് നടന്നു. ആര്യൻ ദേഷ്യത്തോടെ കാറിലേക്ക് കയറി. വണ്ടി റിവേഴ്സ് എടുത്ത് അതിശക്തമായ വേഗതയിൽ മുന്നോട്ട് പാഞ്ഞുപോയി. പക്ഷെ അവൻ്റെ മനസ്സിൽ ശ്രീലക്ഷ്മിയുടെ തീക്ഷ്ണമായ കണ്ണുകളും ധൈര്യം നിറഞ്ഞ വാക്കുകളും ഒരു തീക്കനൽ പോലെ അവശേഷിച്ചു. തന്നെ പരസ്യമായി അപമാനിച്ച പെൺകുട്ടിയെ അവൾ ഒരിക്കലും മറക്കില്ലെന്ന് ഉറപ്പിച്ചു. അതേസമയം ആര്യൻ തന്നെയാണ് തൻ്റെ ഓഫീസിലെ പുതിയ MD എന്നും ഇന്നു മുതൽ തനിക്ക് ജോലി ചെയ്യേണ്ടത് ആ അഹങ്കാരിയുടെ കീഴിലാണെന്നും ശ്രീലക്ഷ്മി അറിഞ്ഞിരുന്നില്ല. വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിൻ്റെ തുടക്കമായിരുന്നു ആ വഴിയോരത്തെ വാക്കുതർക്കം. ശ്രീലക്ഷ്മി മാളുവിനെ തിരികെ വീട്ടിലെത്തിച്ച് മറ്റൊരു സെറ്റ് വസ്ത്രം ധരിപ്പിച്ച് കോളേജിൽ കൊണ്ടുപോയി വിടുമ്പോഴേക്കും സമയം 9:30 കഴിഞ്ഞിരുന്നു. മാളുവിൻ്റെ പ്രിൻസിപ്പലിനെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവളെ പരീക്ഷാ ഹാളിലേക്ക് കയറ്റിയ ശേഷമാണ് ശ്രീക്ക് ശ്വാസം നേരെ വീണത്. എന്നാൽ വാച്ചിലേക്ക് നോക്കിയപ്പോൾ അവളുടെ നെഞ്ചിടിപ്പ് ഒന്നുകൂടി വർദ്ധിപ്പിച്ചു. ഓഫീസിൽ എത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. 1 വർഷത്തെ സർവീസിനിടയിൽ ഇന്നേ വരെ അവൾ ഒരു മിനിറ്റ് പോലും വൈകി വന്നിട്ടില്ല. മനസ്സ് നിറയെ ആകെ അസ്വസ്ഥമായിരുന്നു. രാവിലെ കണ്ട അഹങ്കാരിയോട് തോന്നിയ ദേഷ്യവും വീട്ടിലെ അവസ്ഥകളും ഓഫീസിലെ പുതിയ മാറ്റങ്ങളും എല്ലാം കൂടി അവളുടെ ചിന്തകളെ വരിഞ്ഞു മുറുക്കി. വളരെ പെട്ടെന്ന് തന്നെ അവൾ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഓഫീസിലേക്ക് തിരിച്ചു. ശ്രീലക്ഷ്മി ഓഫീസിൻ്റെ മെയിൻ ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ അന്തരീക്ഷത്തിൽ വല്ലാത്തൊരു നിശബ്ദത അനുഭവപ്പെട്ടു. സാധാരണ നിലയിലുള്ള ചിരിയോ തമാശകളോ ചായ കുടിച്ചുകൊണ്ടുള്ള കുശലാന്വേഷണങ്ങളോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ജീവനക്കാരെല്ലാവരും കമ്പ്യൂട്ടർ സ്ക്രീനുകളിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ്. കനത്ത ഡിസിപ്ലിൻ്റെയും ഭയത്തിൻ്റെയും ഒരു വലയം ഓഫീസിനെ മൂടിയിരിക്കുന്നത് പോലെ. അവൾ പതുങ്ങി തൻ്റെ ഡെസ്കിലേക്ക് നടക്കുമ്പോൾ സീനിയർ മാനേജർ പ്രകാശ് അതീവ ഗൗരവത്തോടെ അവളുടെ അടുത്തേക്ക് വന്നു. ശ്രീ, ഇന്നെന്താ ഇത്രയും ലേറ്റായത്? ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം നിനക്കറിയാവുന്നതല്ലേ? പ്രകാശിൻ്റെ സ്വരത്തിൽ പരിഭ്രമമുണ്ടായിരുന്നു. അത് സാർ, വഴിയിൽ വെച്ച് ചെറിയൊരു ആക്സിഡൻറ്റ്, അതായത് ഒരു വണ്ടി വന്നങ്ങ് ആകെ ചെളി തെറിപ്പിച്ചൊരു പോക്ക് പോയി. ശ്രീലക്ഷ്മി വാക്കുകൾ പൂർത്തിയാക്കാൻ ശ്രമിച്ചു. കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ശ്രീ. പുതിയ MD രാവിലെ തന്നെ ചാർജ് എടുത്തു. വിശ്വനാഥൻ സാർ ഇന്ന് വന്നിട്ടില്ല. പൂർണ്ണ ചുമതലയും പുതിയ ബോസിനാണ്. വന്നയുടനെ പുള്ളി അറ്റൻഡൻസ് രജിസ്റ്ററാണ് ചെക്ക് ചെയ്തത്. ലേറ്റായി വന്ന എല്ലാവരുടെയും പേര് ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിൽ നിൻ്റെ പേരുമുണ്ട്. ലേറ്റായി വന്നവരോട് റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് വിശ്വനാഥൻ സാറിൻ്റെ PA ആയ നിന്നെ കാണാൻ പുള്ളി പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആള് ചൂടിലാണ് കേട്ടോ. അകത്തേക്ക് പോയിക്കോളൂ. പ്രകാശ് മുന്നറിയിപ്പ് നൽകി. ശ്രീലക്ഷ്മി ഒരു ദീർഘനിശ്വാസം എടുത്തു. തൻ്റെ ഭാഗത്ത് തെറ്റില്ലാത്തതുകൊണ്ട് അവൾക്ക് ഭയമൊന്നും തോന്നിയില്ല. എങ്കിലും പുതിയൊരു വ്യക്തിയുടെ മുന്നിൽ ആദ്യ ദിവസം തന്നെ ലേറ്റായി എത്തിയതിലുള്ളൊരു സങ്കോചം ഉണ്ടായിരുന്നു. അവൾ MDയുടെ ക്യാബിനിലേക്ക് നടന്നു.
ഓഫീസിലെ മറ്റ് ജീവനക്കാർ സഹതാപത്തോടെയും ജിജ്ഞാസയുടെയും അവളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. പുതിയ ബോസിൻ്റെ ദേഷ്യം അവൾ എങ്ങനെ നേരിടും എന്നായിരുന്നു അവരുടെ ചിന്ത. എം ഡിയുടെ ക്യാബിനിൻ്റെ ആഡംബര ഗ്ലാസ് ഡോറിനു മുന്നിൽ അവൾ വന്നു നിന്നു. അവൾ പതിയെ വാതിലിൽ മുട്ടി. മേ കമിൻ സർ? യെസ് കമിൻ. അകത്തു നിന്നും ഗാംഭീര്യമുള്ള എന്നാൽ തികച്ചും പരിചിതമായ ഒരു പുരുഷ ശബ്ദം കേട്ടു. ശ്രീലക്ഷ്മി വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. എയർ കണ്ടീഷണറിൻ്റെ തണുപ്പുള്ള വലിയ മുറിയിൽ വിശ്വനാഥൻ സാറിൻ്റെ വലിയ കസേര തിരിഞ്ഞിരിക്കുകയായിരുന്നു. ബോസ് ജനലിലൂടെ പുറത്തെ കാഴ്ചകൾ നോക്കി നിൽക്കുകയാണ്. സാർ, ഞാൻ ശ്രീലക്ഷ്മി, വിശ്വനാഥൻ സാറിൻ്റെ PA. അവൾ വളരെ ഫോർമലായി പറഞ്ഞു. അവളുടെ ശബ്ദം കേട്ടതും ആ കസേര പതിയൊന്ന് തിരിഞ്ഞു. കസേരയിലിരുന്നയാൾ തൻ്റെ മുഖത്തിരുന്ന ബ്രാൻഡഡ് കൂളിംഗ് ഗ്ലാസ് എടുത്ത് മാറ്റിക്കൊണ്ട് അവളെ ഒന്ന് നോക്കി. ഒരു നിമിഷം ആ മുറിയിലെ സമയം നിശ്ചലമായതുപോലെ ശ്രീലക്ഷ്മിക്ക് തോന്നി. അവളുടെ കണ്ണുകൾ വികസിച്ചു, കൈകൾ താനെ വിറച്ചു. വിശ്വനാഥൻ സാറിൻ്റെ മകൻ ആര്യൻ്റെ ചുണ്ടുകളിൽ ഒരു പരിഹാസച്ചിരി വിരിഞ്ഞു. അവൻ സീറ്റിൽ അല്പം പുറകോട്ടിരുന്ന് കൈകൾ കോർത്തു പിടിച്ച് അവളെ ഒരു നോട്ടം നോക്കി. റോഡിൽ വെച്ച് തന്നെ പരസ്യമായി ചോദ്യം ചെയ്ത പെൺകുട്ടി തൻ്റെ സ്വന്തം ഓഫീസിലെ ജീവനക്കാരിയാണെന്ന് അറിഞ്ഞപ്പോൾ അവനുണ്ടായ ആശ്ചര്യം ചെറുതായിരുന്നില്ല. ഒപ്പം പ്രതികാര ബുദ്ധിയോടെയുള്ള ഒരു ഭാവവും ആ മുഖത്ത് മിന്നി മറഞ്ഞു. അപ്പോൾ നമ്മൾ വീണ്ടും കണ്ടുമുട്ടി, മിസ് ശ്രീലക്ഷ്മി. ആര്യൻ ഓരോ വാക്കും ചവച്ചരച്ച് പറയുന്ന പോലെ സംസാരിച്ചു. സംസ്കാരത്തെക്കുറിച്ചും അന്തസ്സിനെക്കുറിച്ചും വലിയ ക്ലാസ് എടുത്ത ആൾക്ക് സ്വന്തം ഓഫീസിൽ സമയത്തിന് വരണം എന്നുള്ള ബേസിക് മാനേഴ്സ് അറിയില്ല എന്ന് തോന്നുന്നു. ശ്രീലക്ഷ്മി ഒരു നിമിഷം പകച്ചു പോയെങ്കിലും പെട്ടെന്ന് തന്നെ തൻ്റെ ആത്മസംയമനം വീണ്ടെടുത്തു. തൻ്റെ കുടുംബത്തിൻ്റെ മുഴുവൻ ഭാരവും നിൽക്കുന്ന ഈ ജോലി ഇപ്പോൾ ഈ അഹങ്കാരിയുടെ കൈപ്പിടിയിലാണെന്ന യാഥാർത്ഥ്യം അവളുടെ ഉള്ളിൽ ഒരു മിന്നൽ പോലെ കടന്നുപോയി. എങ്കിലും അവളുടെ കണ്ണുകളിലെ ആ പഴയ തീക്ഷ്ണത പൂർണ്ണമായി കെട്ടടങ്ങിയിരുന്നില്ല. അവർ രണ്ടുപേരുടെയും കണ്ണുകൾ പരസ്പരം കോർത്തു തുടങ്ങിയ ആ നിമിഷം ആ ഓഫീസിൽ വരാനിരിക്കുന്ന വലിയൊരു യുദ്ധത്തിൻ്റെ തുടക്കം കുറിക്കുകയായിരുന്നു. ആര്യൻ്റെ ചുണ്ടിൽ അന്നേരം ഒരു പരിഹാസച്ചിരി വിരിഞ്ഞു. ഐ ആം സോറി സാർ, വഴിയിൽ വെച്ചുണ്ടായ അപ്രതീക്ഷിതമായ സംഭവം കാരണം ഞാൻ വൈകിയതാണ്, അല്ലാതെ മനഃപൂർവ്വം. ശ്രീലക്ഷ്മി തൻ്റെ ആത്മാഭിമാനം അല്പം മാറ്റിവെച്ച് സാഹചര്യത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് പറഞ്ഞു നിർത്തി. ഓ, ജസ്റ്റ് സോറി. ആര്യൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മേശപ്പുറത്തേക്ക് കൈകൾ ഊന്നി അവളെ നോക്കി പരിഹാസത്തോടെ ചോദിച്ചു. രാവിലെ റോഡിൽ വെച്ച് എനിക്ക് നേരെ വിരൽ ചൂണ്ടി സംസാരിച്ച ആ വലിയ സംസ്കാര സമ്പന്നയായ പെൺകുട്ടി ഇത്ര പെട്ടെന്ന് സോറി പറയുമെന്ന് ഞാൻ കരുതിയില്ല. പക്ഷെ മിസ് ശ്രീലക്ഷ്മി, ഇത് റോഡല്ല, എൻ്റെ കമ്പനിയാണ്. ഇവിടെ എൻ്റെ നിയമങ്ങളാണ് നടപ്പിലാകുന്നത്. അവൻ മേശപ്പുറത്തിരുന്ന ഫോണെടുത്ത് ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്തു. പ്രകാശ്, ജസ്റ്റ് കം ടു മൈ ക്യാബിൻ റൈറ്റ് നൗ. ആജ്ഞാപിക്കുന്ന സ്വരത്തിൽ അത്രയും പറഞ്ഞ് അവൻ ഫോൺ താഴെ വെച്ചു. മുറിയിൽ വീണ്ടും കനത്ത നിശബ്ദത പടർന്നു. ശ്രീലക്ഷ്മി ശ്വാസം അടക്കി പിടിച്ച് നിന്നു. വീട്ടിലെ ശൂന്യമായ പലചരക്ക് പാത്രങ്ങളും അച്ഛൻ്റെ തീരാറായ മരുന്നുകളും മാളുവിൻ്റെ ഫീസുമെല്ലാം അവളുടെ മനസ്സിലൂടെ ഒരു മിന്നൽ പോലെ കടന്നുപോയി. ഈ ജോലി അവൾക്ക് എത്രത്തോളം നിർണായകമാണെന്ന് അവൾക്ക് മാത്രമേ അറിയൂ. ഒരു മിനിറ്റിനുള്ളിൽ പ്രകാശ് അതീവ ഭയത്തോടെ ക്യാബിനിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. യെസ് സർ. പ്രകാശ് ആര്യനെയും ശ്രീലക്ഷ്മിയെയും മാറി മാറി നോക്കിക്കൊണ്ട് വിനയത്തോടെ നിന്നു. പ്രകാശ്, നമ്മുടെ കമ്പനിയിലെ ലീവ് ആൻഡ് അറ്റൻഡൻസ് പോളിസി എന്താണ്? ആര്യൻ തൻ്റെ കോട്ടിൻ്റെ ബട്ടൺസ് ഇട്ടുകൊണ്ട് ചോദിച്ചു. സർ, പെർമിഷൻ ഇല്ലാതെ വൈകി വന്ന ആ ദിവസത്തെ ശമ്പളത്തിൽ നിന്നും കൃത്യമായ തുക കുറക്കാറുണ്ട്. സാധാരണയായി വാർണിംഗ് നൽകാറാണ് പതിവ്. പ്രകാശ് പതിയെ പറഞ്ഞു. ഗുഡ്. എന്നാൽ ഈ കേസിൽ വാർണിങ്ങിൻ്റെ ആവശ്യമില്ല. മിസ് ശ്രീലക്ഷ്മിയുടെ ഇന്നത്തെ ഒരു ദിവസത്തെ ഫുൾ സാലറി കട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്യണം. ദാറ്റ്സ് മൈ ഓർഡർ. ആര്യൻ തികച്ചും ക്രൂരമായൊരു ഭാവത്തോടെ ശ്രീലക്ഷ്മിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഫുൾ ഡേ സാലറിയോ? പ്രകാശ് ഞെട്ടലോടെ ശ്രീയെ നോക്കി. വിശ്വനാഥൻ സാറിൻ്റെ ഏറ്റവും വിശ്വസ്തയായ പിയോടാണ് ഈ പെരുമാറ്റമെന്ന് അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഫുൾ ഡേ സാലറി കട്ട് ചെയ്യുമെന്ന് കേട്ടതും ശ്രീലക്ഷ്മിയുടെ ഉള്ളിൽ ഒരു തീക്കനൽ വീണതുപോലെ തോന്നി. വരാനിരിക്കുന്ന 5 ദിവസങ്ങൾ എങ്ങനെ തള്ളി നീക്കുമെന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന അവളുടെ മുന്നിലേക്കാണ് ഈ വലിയ പ്രഹരം വന്ന് വീഴുന്നത്. അവൾ ആര്യനെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ പ്രതികാരത്തിൻ്റെ ആഹ്ലാദം വ്യക്തമായിരുന്നു. അവൾ തൻ്റെ ദേഷ്യവും സങ്കടവും കടിച്ചമർത്തിക്കൊണ്ട് ആര്യനോട് പതിയെ അപേക്ഷിച്ചു. സാർ, ഞാൻ 9:30 കഴിഞ്ഞപ്പോഴേക്കും ഓഫീസിലെത്തിയിട്ടുണ്ട്. ബാക്കി സമയത്തെ ജോലി ഞാൻ കൃത്യമായി ചെയ്യാം. വേണമെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം ഹാഫ് ഡേ ആയി കുറച്ചാൽ പോരെ സാർ, പ്ലീസ്. അവളുടെ സ്വരത്തിൽ ആദ്യമായി ഒരു യാചനയുടെ നിഴലാട്ടമുണ്ടായിരുന്നു. എന്നാൽ ആര്യൻ അത് ഒട്ടും മൈൻഡ് ചെയ്തില്ല. അവൻ തൻ്റെ ലാപ്ടോപ്പ് സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ട് തികച്ചും അലക്ഷ്യമായി പറഞ്ഞു. ഐ ഡോണ്ട് കെയർ.
എൻ്റെ ഓഫീസ് 9 മണി എന്നാൽ 9 മണിയാണ്. അതിനുശേഷം വരുന്നവർക്ക് ഇവിടെ ഒരു ആനുകൂല്യവും ഇല്ല. പ്രകാശ്, ഞാൻ പറഞ്ഞതുപോലെ ചെയ്തോളൂ. ശ്രീലക്ഷ്മി ആര്യനെ തന്നെ നോക്കി നിന്നു. അവൻ്റെ അഹങ്കാരവും ദയയില്ലാത്ത പെരുമാറ്റവും അവളുടെ ഉള്ളിലെ സങ്കടത്തെ പെട്ടെന്ന് തന്നെ കനത്ത ആത്മാഭിമാനമാക്കി മാറ്റി. ഇനി ഇവൻ്റെ മുന്നിൽ നിന്ന് യാചിക്കാൻ തൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല എന്നവൾ ഉറപ്പിച്ചു. അവളുടെ മുഖത്തെ ആ ഭയവും സങ്കടവും മാറി പകരം കടുത്ത ദൃഢനിശ്ചയം മുഖത്ത് നിഴലിച്ചു. അവൾ പിന്നീട് ഒരക്ഷരം പോലും എതിർത്ത് പറഞ്ഞില്ല. തൻ്റെ കയ്യിലിരുന്ന ഫയൽ അവൾ ടേബിളിലേക്ക് വെച്ചു. ശരി സർ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആകട്ടെ. ശ്രീലക്ഷ്മി വളരെ ശാന്തമായി എന്നാൽ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അവളുടെ പെട്ടെന്നുള്ള മാറ്റം കണ്ട് ആര്യൻ ലാപ്ടോപ്പിൽ നിന്ന് തലയുയർത്തി അവളെ ഒന്ന് നോക്കി. അവൾ കരയുമെന്നോ വീണ്ടും കെഞ്ചുമെന്നോ എന്നാണ് ആര്യൻ കരുതിയത്. ശ്രീലക്ഷ്മി തൻ്റെ തോളിലെ ബാഗ് ഒന്നുകൂടി ശരിയാക്കിയിട്ട് ആര്യൻ്റെ കണ്ണുകളിലേക്ക് നേരെ നോക്കി ഒരു നേർത്ത പുഞ്ചിരിയോടെ പറഞ്ഞു. ഇന്നത്തെ എൻ്റെ ഫുൾ ഡേ സാലറി കട്ടിയാക്കിയ സ്ഥിതിക്ക് ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ജോലി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ എന്നാൽ നാളെ രാവിലെ കൃത്യം 9 മണിക്ക് തന്നെ വരാം സർ. ഗുഡ് ഡേ. അത്രയും പറഞ്ഞ് ആര്യൻ എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുമ്പേ തന്നെ അവൾ തിരിഞ്ഞ് ഒട്ടും ഭയമില്ലാതെ തല ഉയർത്തിപ്പിടിച്ച് ക്യാബിനിൻ്റെ വാതിൽ തള്ളി തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പ്രകാശ് ശ്വാസം അടക്കി പിടിച്ച് ആര്യനെ ഒന്ന് നോക്കി. ആര്യൻ്റെ മുഖം ദേഷ്യം കൊണ്ടും അപമാനം കൊണ്ടും ചുവന്നു തൊടുത്തു. തൻ്റെ കരിയറിലോ ജീവിതത്തിലോ ഇന്നേ വരെ ഒരാളും തൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് തൻ്റെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോയ ശ്രീലക്ഷ്മിയുടെ ആ ധൈര്യം അവൻ്റെ അഹങ്കാരത്തിന് മേലേറ്റ കനത്ത പ്രഹരമായിരുന്നു. അവൻ്റെ മനസ്സിൽ അവളോടുള്ള പക ഇരട്ടിയായി വർദ്ധിക്കുകയും ചെയ്യുകയായിരുന്നു. ഒരു ദിവസത്തെ ശമ്പളം പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ചിന്ത അവളുടെ നെഞ്ചിൽ കനലായി എരിഞ്ഞു. എങ്കിലും ആ അഹങ്കാരിയുടെ മുന്നിൽ തലകുനിക്കാതെ ആത്മാഭിമാനം പണയം വെക്കാതെ ഇറങ്ങി വരാൻ കഴിഞ്ഞതിലായിരുന്നു അവളുടെ ആശ്വാസം. പിറ്റേന്ന് രാവിലെ തലേ ദിവസത്തെ സംഭവങ്ങൾ മനസ്സിൽ കനലായി അവശേഷിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും തോറ്റു കൊടുക്കാൻ ശ്രീലക്ഷ്മി തയ്യാറായിരുന്നില്ല. കൃത്യം 8:45 തന്നെ അവൾ ഓഫീസിലെത്തി. 9 മണിക്ക് മുമ്പ് തന്നെ തൻ്റെ ഡെസ്കിലിരുന്ന് ജോലി ആരംഭിച്ച അവളെ കണ്ട് പ്രകാശും മറ്റു ജീവനക്കാരും അത്ഭുതത്തോടെ നോക്കി. കൃത്യം 9 മണിക്ക് തന്നെ ആര്യൻ ഓഫീസിലേക്ക് കടന്നു വന്നു. അവൻ്റെ കണ്ണുകൾ ആദ്യം തിരഞ്ഞത് ശ്രീലക്ഷ്മിയെ തന്നെയായിരുന്നു. എന്നാൽ ഭയത്തിൻ്റെയോ സങ്കടത്തിൻ്റെയോ യാതൊരു ഭാവവുമില്ലാതെ തികഞ്ഞ പ്രൊഫഷണലിസത്തോടെ ജോലികൾ ചെയ്യുന്ന അവളെ കണ്ടപ്പോൾ അവൻ്റെ ഈഗോ ഒന്നുകൂടെ മുറിപ്പെട്ടു. ഇന്നലത്തെ സംഭവത്തിന് അവളെക്കൊണ്ട് ക്ഷമ പറയിപ്പിക്കണമെന്ന ദൃഢനിശ്ചയത്തോടെയാണ് അവൻ വന്നത്. അവൻ ക്യാബിനിലേക്ക് കയറി ഉടനെ തന്നെ ശ്രീയെ ഉള്ളിലേക്ക് വിളിപ്പിച്ചു. യെസ് സർ. ശ്രീലക്ഷ്മി അകത്തേക്ക് കയറി വന്നു. അവളുടെ മുഖത്ത് ഒരു നിർവികാരതയായിരുന്നു. മിസ് ശ്രീലക്ഷ്മി, ഈ കാണുന്ന ഫയലുകൾ ഗ്രൂപ്പിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ ഓഡിറ്റിംഗ് റിപ്പോർട്ടുകളാണ്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പ് ഇതിൻ്റെ കംപ്ലീറ്റ് അനാലിസിസ് റിപ്പോർട്ട് എൻ്റെ മേശപ്പുറത്തിരിക്കണം. ഒരു ചെറിയ തെറ്റ് പോലും അതിലുണ്ടാകരുത്. മനസ്സിലായോ? അവൻ അവളുടെ മുന്നിലേക്ക് ഒരു വലിയ ഫയൽ കുമ്പാരം തള്ളി നീക്കി. സാധാരണ രീതിയിൽ ഒരാഴ്ചയെങ്കിലും എടുത്ത് ചെയ്യേണ്ട ജോലിയാണ് അവൾക്ക് മുന്നിൽ ഒരു ദിവസത്തെ ടാസ്ക്കായി അവനെ വെച്ചു നീട്ടിയത്. അവളെ മാനസികമായി തളർത്തുക മാത്രമായിരുന്നു അവൻ്റെ ലക്ഷ്യം. ശ്രീലക്ഷ്മി ആ ഫയലുകളിലേക്ക് നോക്കി. വിശ്വനാഥൻ സാറിൻ്റെ കൂടെയുള്ള 1 വർഷത്തെ പരിചയ സമ്പത്ത് കൊണ്ട് കമ്പനിയുടെ ഓരോ നീക്കങ്ങളും അവൾക്ക് മനഃപ്പാടമായിരുന്നു. അവൾ പതിയെ ആ ഫയലുകൾ കയ്യിലെടുത്തു. തീർച്ചയായും സാർ, 5 മണിക്ക് മുമ്പ് തന്നെ ഇത് നിങ്ങളുടെ ടേബിളിൽ എത്തിയിരിക്കും. ഒട്ടും ബദറാത്ത സ്വരത്തിൽ അത്രയും പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു. അന്ന് പിന്നീട് ഓഫീസിലുള്ളവർ ശ്രീലക്ഷ്മിയെ കാണുന്നത് കമ്പ്യൂട്ടർ സ്ക്രീനിന് മുന്നിൽ നിന്നും കണ്ണെടുക്കാതെ പണിയെടുക്കുന്നതാണ്. ചായ കുടിക്കാനോ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനോ പോലും അവൾ സമയം കണ്ടെത്തിയില്ല. അവളുടെ ഈ വാശി ആര്യൻ തൻ്റെ ക്യാബിനിലെ ഗ്ലാസ് വിൻഡോയിലൂടെ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. അവൾ തോറ്റ് എൻ്റെ മുന്നിൽ വരും അവൻ മനസ്സിൽ കരുതി. വൈകുന്നേരം കൃത്യം 4:45 ആയപ്പോൾ ശ്രീലക്ഷ്മി ആര്യൻ്റെ ക്യാബിനിലെ വാതിലിൽ മുട്ടി. കമിൻ. അവൾ അകത്തേക്ക് കയറി. കയ്യിലിരുന്ന് കൃത്യമായ ബൈൻഡ് ചെയ്ത റിപ്പോർട്ടുകൾ അവൻ്റെ മേശപ്പുറത്തേക്ക് വെച്ചു. സാർ, ആവശ്യപ്പെട്ട റിപ്പോർട്ട്. ചെറിയ കാര്യങ്ങൾ വരെ ഇതിൽ കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട്. നാളത്തെ മീറ്റിങ്ങിൽ കമ്പനിക്ക് ഇത് വലിയ രീതിയിൽ ഉപകരിക്കും. ആര്യൻ അത്ഭുതത്തോടെ ആ റിപ്പോർട്ട് എടുത്തു നോക്കി. വളരെ സങ്കീർണമായ ഡാറ്റകൾ പോലും അതിൽ കൃത്യമായി വിശകലനം ചെയ്തിട്ടുണ്ടായിരുന്നു. ലണ്ടനിൽ നിന്നും വലിയ ബിസിനസ് ബിരുദം നേടിയ തനിക്ക് പോലും ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും പെർഫെക്റ്റായ ഒരു റിപ്പോർട്ടും തയ്യാറാക്കാൻ കഴിയില്ലെന്ന് അവൻ്റെ മനസ്സ് പറഞ്ഞു. അവളുടെ ബുദ്ധിശക്തിക്ക് മുന്നിൽ അവൻ്റെ അഹങ്കാരം ഒരു നിമിഷം ഗുഡ്, യു മേ ഗോ നൗ. ഉള്ളിലെ ആശ്ചര്യം പുറത്തു കാണിക്കാതെ അവൻ ഗൗരവത്തിൽ പറഞ്ഞു. റിപ്പോർട്ട് ടേബിളിൽ വെച്ച് തൻ്റെ ജോലി കൃത്യമായി പൂർത്തിയാക്കിയതിൻ്റെ ആത്മവിശ്വാസത്തോടെ ശ്രീലക്ഷ്മി പുറത്തേക്ക് നടന്നു.
തോൽപ്പിക്കാൻ നോക്കിയ ആര്യൻ്റെ മുന്നിൽ തൻ്റെ കഴിവിൻ്റെ മൂർച്ച കൊണ്ട് അവൾ വീണ്ടും ജയിക്കുകയായിരുന്നു. വരാനിരിക്കുന്ന വലിയ പോരാട്ടങ്ങളുടെ ആദ്യ വിജയം. അന്ന് രാത്രി വിശ്വനാഥൻ്റെ വലിയ ബംഗ്ലാവിലെ ഡൈനിങ് ഹാളിൽ കനത്ത നിശബ്ദതയായിരുന്നു. ലണ്ടനിൽ നിന്നും മകൻ ബിസിനസ് ഏറ്റെടുക്കാൻ എത്തിയതിൻ്റെ സന്തോഷവും ആ മുഖത്തുണ്ടായിരുന്നുവെങ്കിലും പ്രായത്തിൻ്റെതായ ക്ഷീണം അദ്ദേഹത്തെ അലട്ടുന്നുണ്ടായിരുന്നു. ഭക്ഷണമേശയിൽ ഇരിക്കുമ്പോൾ വിശ്വനാഥൻ പതിയെ ആര്യനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ആര്യൻ, എങ്ങനെയുണ്ടായിരുന്നു ഓഫീസിലത്തെ ആദ്യത്തെ 2 ദിവസങ്ങൾ? നമ്മുടെ സ്റ്റാഫൊക്കെ എങ്ങനെയുണ്ട്? നീ വിചാരിച്ച പോലെ കാര്യങ്ങളായോ? ആര്യൻ കയ്യിലിരുന്ന സ്പൂൺ പ്ലേറ്റിലേക്ക് വെച്ച് ഒരു ഗൂഢമായ ചിരിയോടെ അച്ഛനെ നോക്കി. എല്ലാം ഓക്കെയാണ് ഡാഡ്, പക്ഷേ നിങ്ങളുടെ പഴയ ഓഫീസ് മാനേജ്മെൻറ്റ് രീതികൾ ഒട്ടും പ്രൊഫഷണൽ അല്ല. ആദ്യ ദിവസം തന്നെ ചിലരൊക്കെ ലേറ്റാണ്. നിങ്ങളുടെ ഒരു പ്രത്യേക വിശ്വസ്തത പോലും 10 മണിക്കാണ് ഓഫീസിലെത്തിയത്. ആരാ, ശ്രീലക്ഷ്മിയോ? വിശ്വനാഥൻ അത്ഭുതത്തോടെ ചോദിച്ചു. അതെ, ആ ശ്രീലക്ഷ്മി തന്നെ. ആര്യൻ ഒരു പരിഹാസത്തോടെ സംസാരിക്കാൻ തുടങ്ങി. ഒരു PA ആയിരുന്നിട്ട് കൂടി അവൾക്ക് സമയത്തിൻ്റെ ഒരു വിലയുമില്ല. ഞാൻ പിന്നെ ഒട്ടും വിട്ടുവീഴ്ച ചെയ്തില്ല. ഇന്നലത്തെ അവളുടെ ഫുൾ ഡേ സാലറി ഞാൻ അങ്ങ് കട്ട് ചെയ്തു. ആര്യൻ വളരെ അഭിമാനത്തോടെയാണ് അത് പറഞ്ഞത്. തൻ്റെ അധികാരത്തിന് മുന്നിൽ എല്ലാവരും വഴങ്ങണമെന്ന അഹങ്കാരം ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു. എന്നാൽ മകൻ്റെ വാക്കുകൾ കേട്ടതും വിശ്വനാഥൻ സാറിൻ്റെ മുഖത്തെ ഭാവം മാറി. അദ്ദേഹം കയ്യിലിരുന്ന വാട്ടർ ഗ്ലാസ് താഴേക്ക് വെച്ചു. നീ ശ്രീലക്ഷ്മിയുടെ ശമ്പളം കട്ട് ചെയ്തെന്നോ? അതോ ആദ്യത്തെ ദിവസം തന്നെ? വിശ്വനാഥൻ സാറിൻ്റെ സ്വരത്തിൽ നേരിയൊരു ദേഷ്യവും വിഷമവും കലർന്നിരുന്നു. അതിന് അവൾ കാണിച്ച അഹങ്കാരം നിങ്ങൾ കാണണമായിരുന്നു ഡാഡ്. ആര്യൻ തൻ്റെ സീറ്റിൽ അല്പം മുന്നോട്ട് ആഞ്ഞിരുന്ന് ആവേശത്തോടെ പറഞ്ഞു. ശമ്പളം കട്ട് ചെയ്തപ്പോൾ എന്നോട് തർക്കിക്കാൻ വരികയാണ്. ശമ്പളം ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ ഇന്ന് ജോലി ചെയ്യില്ല എന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ് അവൾ അങ്ങ് ഇറങ്ങിപ്പോയി. ഇന്ന് അവളെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഒരാഴ്ചത്തെ വർക്ക് ഒറ്റ ദിവസം കൊണ്ട് തീർക്കാൻ കൊടുത്തു. പക്ഷെ അതിലും ആൾ വിജയിച്ചു. വൈകുന്നേരത്തിന് മുമ്പ് പെർഫെക്റ്റ് റിപ്പോർട്ട് എൻ്റെ ടേബിളിൽ വെച്ചിട്ടാണ് അവൾ പോയത്. എന്തൊരു വാശിയാണെന്നോ അവൾക്ക്. പറയുമ്പോൾ ആര്യൻ്റെ മുഖത്ത് ദേഷ്യമായിരുന്നില്ല, പകരം തന്നെ വെല്ലുവിളിച്ച ഒരു പെൺകുട്ടിയോടുള്ള ഒരു പ്രത്യേക ആവേശവും ഒപ്പം ഒരു കൗതുകവുമായിരുന്നു പ്രകടമായിരുന്നത്. അവളുടെ ധൈര്യം അവനെ അത്രമേൽ ആകർഷിച്ചിരുന്നു. തൻ്റെ മുഖത്തെ ആ മാറ്റം വിശ്വനാഥൻ കൃത്യമായി തിരിച്ചറിഞ്ഞു. അദ്ദേഹം ദീർഘമായി ഒന്ന് ശ്വാസമെടുത്തു. ആര്യൻ, നീ ലണ്ടനിൽ നിന്നും വലിയ ബിസിനസ് പഠിച്ചിട്ടാണ് വന്നത്. കോർപ്പറേറ്റ് റോളുകൾ എനിക്ക് നിന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മനുഷ്യത്വമില്ലായ്മ നിയമങ്ങൾക്ക് ബിസിനസ്സിൽ വലിയ ആയുസ്സുണ്ടാവില്ല. നീ പറയുന്ന അഹങ്കാരം അവളുടെ അഹങ്കാരമല്ല, ഇത് അവളുടെ ആത്മാഭിമാനമാണ്. ആര്യനൊന്നും മിണ്ടാതെ അച്ഛനെ തന്നെ നോക്കി. നിനക്കറിയില്ല അവളെക്കുറിച്ച്. എൻ്റെ ഉറ്റ സുഹൃത്ത് നരേന്ദ്രൻ്റെ മകളാണ് അവൾ. ഒരു കാലത്ത് നമ്മളെക്കാൾ വലിയ നിലയിൽ ബിസിനസ് ചെയ്ത മനുഷ്യനാണ് അദ്ദേഹം. പങ്കാളിയുടെ ചതിയിൽ എല്ലാം തകർന്ന് ഇന്ന് പക്ഷപാതം വന്ന് കിടപ്പിലാണ്. ആ കുടുംബത്തിൻ്റെ ഒരേ ഒരു തണൽ ആ കുട്ടിയാണ്, അവളുടെ ഈ ശമ്പളമാണ്. എന്നിട്ടും അവൾ ആരോട് സഹായം ചോദിച്ചു വന്നിട്ടില്ല. ഞാൻ അവൾക്ക് ജോലി കൊടുത്തത് ഒരു ഉപകാരമായിട്ടല്ല. ഈ കമ്പനിയെ ഇന്ന് B ഗ്രൂപ്പിൻ്റെ ഉൾപ്പെടെയുള്ള വമ്പന്മാരുടെ മുന്നിൽ തകരാതെ കാത്തു സൂക്ഷിക്കുന്നത് അവളുടെ ബുദ്ധിയാണ്. വിശ്വനാഥൻ സാർ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ആര്യൻ്റെ തോളിൽ കൈവച്ചു. നീ ഇന്ന് അവളുടെ ഒരു ദിവസത്തെ ശമ്പളം കുറച്ചപ്പോൾ ആ വീട്ടിൽ ഇന്ന് ഒരു പക്ഷേ അച്ഛൻ്റെ മരുന്നോ നാളത്തെ ഒരു നേരത്തെ ആഹാരമോ മുടങ്ങിയിട്ടുണ്ടാവും. എങ്കിലും അവൾ നിൻ്റെ മുന്നിൽ കരഞ്ഞില്ലല്ലോ. അതാണ് ശ്രീലക്ഷ്മി. തളർത്താൻ നോക്കുന്നവരുടെ മുന്നിൽ കഴിവും അന്തസ്സും കൊണ്ട് ജീവിച്ചു കാണിക്കുന്ന പെൺകുട്ടി. അവളെപ്പോലെയുള്ള ഒരാളെ ശത്രുവാക്കണോ മിത്രമാക്കണോ എന്ന് ഇനി നീ തന്നെ തീരുമാനിക്കുക. അത്രയും പറഞ്ഞ് വിശ്വനാഥൻ തൻ്റെ മുറിയിലേക്ക് നടന്നു. ഹാളിൽ ഒറ്റക്കായ ആര്യൻ്റെ മനസ്സിൽ അച്ഛൻ്റെ വാക്കുകൾ ശക്തമായ ഒരു പ്രഹരമായി വന്ന് പതിച്ചു. അവൻ തൻ്റെ പ്ലേറ്റിലേക്ക് നോക്കിയിരുന്നു. റോഡിൽ വെച്ച് ആ പെൺകുട്ടി പണം എറിഞ്ഞു കൊടുത്തപ്പോൾ ദേഷ്യത്തോടെ പറഞ്ഞ വാക്കുകൾ അവൻ്റെ കാതുകളിലേക്ക് വീണ്ടും മുഴങ്ങി. പണം എല്ലാവർക്കും വലുതായിരിക്കും, പക്ഷെ അന്തസ്സുള്ളവർ അത് അധ്വാനിച്ചുണ്ടാക്കും. തന്നെപ്പോലെ അഹങ്കാരം കാണിക്കുന്നവരുടെ മുന്നിൽ അടിയറവ് വെക്കാനുള്ളതല്ല ഞങ്ങളുടെ ആത്മാഭിമാനമെന്ന്. അവളുടെ വീട്ടിലെ കഷ്ടപ്പാടുകൾ അറിഞ്ഞപ്പോൾ ആര്യൻ്റെ ഉള്ളിൽ ആദ്യമായി ഒരു അസ്വസ്ഥത രൂപപ്പെട്ടു. താൻ ചെയ്തത് ഒരു വലിയ ക്രൂരതയായിപ്പോയോ എന്ന ചിന്ത അവൻ്റെ ഈഗോയെ പതിയെ അലിയിച്ചു കളയാൻ തുടങ്ങി. ശ്രീലക്ഷ്മി എന്ന പേര് അവൻ്റെ ചിന്തകളിൽ ഒരു ചോദ്യചിഹ്നമായി മാറുകയായിരുന്നു. ആര്യൻ്റെ മനസ്സിൽ അച്ഛൻ നൽകിയ തിരിച്ചറിവ് വലിയൊരു കൊടുങ്കാറ്റാണ് സൃഷ്ടിച്ചത്. പണം കൊണ്ട് എന്തു നേടാമെന്ന തൻ്റെ ചിന്താഗതിക്ക് മുന്നിൽ കഴിവും അന്തസ്സും മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു പെൺകുട്ടി ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവളോടുള്ള അഹങ്കാരം പതിയൊരു വലിയ കൗതുകത്തിലേക്കും ബഹുമാനത്തിലേക്കും വഴിമാറുകയാണ്.
പിറ്റേന്ന് രാവിലെ ഓഫീസിൽ പതിവ് പോലെ കൃത്യസമയത്ത് തന്നെ ശ്രീലക്ഷ്മി എത്തിയിരുന്നു. തലേ ദിവസത്തെ സംഭവങ്ങൾ അവളുടെ മുഖത്ത് ഒട്ടും പ്രകടമായിരുന്നില്ല. തൻ്റെ ജോലികളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന അവളെ ആര്യൻ തൻ്റെ ക്യാബിനിലൂടെ നോക്കിക്കണ്ടു. അവൻ മേശപ്പുറത്തിരുന്ന ഒരു ചെറിയ കവർ കയ്യിലെടുത്തു. അതിൽ അവൻ ദയയില്ലാത്ത കട്ട് ചെയ്ത അവളുടെ ഒരു ദിവസത്തെ ശമ്പളമായ തുക കൃത്യമായി ഉണ്ടായിരുന്നു. അവൻ അവളെ ഉള്ളിലേക്ക് വിളിച്ചു. മേ ഐ കം ഇൻ സർ? ഗാംഭീര്യമുള്ള എന്നാൽ ശാന്തമായ സ്വരത്തോടെ ശ്രീലക്ഷ്മി അകത്തേക്ക് കടന്നു വന്നു. യെസ്, കമിൻ. ആര്യൻ കയ്യിലിരുന്ന കവർ മേശപ്പുറത്തേക്ക് വെച്ചുകൊണ്ട് അവളെ നോക്കി. സർ, പുതിയ പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നോക്കി വെച്ചിട്ടുണ്ട്. ബി ഗ്രൂപ്പിൻ്റെ അടുത്ത നീക്കം. അവൾ ഫയൽ തുറക്കാൻ തുടങ്ങിയതും ആര്യൻ കൈയുയർത്തി അവളെ തടഞ്ഞു. ബിസിനസ് കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ ശ്രീലക്ഷ്മി, ആദ്യം ഇത് വാങ്ങൂ. ആര്യൻ മേശപ്പുറത്തിരുന്ന കവർ അവൾക്ക് നേരെ നീട്ടി. ശ്രീലക്ഷ്മി ആ കവറിലേക്കും പിന്നീട് ആര്യൻ്റെ മുഖത്തേക്കും സംശയത്തോടെ നോക്കി. എന്താണിത് സർ? ഇന്നലെ ഞാൻ കട്ട് ചെയ്ത നിൻ്റെ ഒരു ദിവസത്തെ ശമ്പളമാണിത്. ഇത് നീ കയ്യിൽ വെച്ചോളൂ. ആര്യൻ തികച്ചും ശാന്തമായി പറഞ്ഞു. ആ അഹങ്കാരിയായ ബോസിൻ്റെ സ്വരമായിരുന്നില്ല അത്. ശ്രീലക്ഷ്മിയുടെ ചുണ്ടിൽ ഒരു നേർത്ത പരിഹാസിച്ചിരി വിരിഞ്ഞു. അവൾ ആ കവറിലേക്ക് കൈ നീട്ടിയതുപോലുമില്ല. വേണ്ട സർ, എനിക്കിതിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? ആര്യൻ അല്പ അത്ഭുതത്തോടെ ചോദിച്ചു. ഇത് നിന്റെ അധ്വാനത്തിൻ്റെ പണം തന്നെയാണ്. ഇന്നലെ നീ തന്ന ആ റിപ്പോർട്ട് അത്രയും പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ തുക വാങ്ങാൻ നീ പൂർണ്ണമായും അർഹയാണ്. അല്ല സർ, ശ്രീലക്ഷ്മി ആര്യൻ്റെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. കമ്പനിയുടെ നിയമപ്രകാരം നിങ്ങൾ എൻ്റെ ശമ്പളം കട്ട് ചെയ്തു. അത് നിങ്ങളുടെ അധികാരം. ഞാൻ സമയം വൈകിയാണ് വന്നത്. അതിനുള്ള ശിക്ഷ ഞാൻ അംഗീകരിച്ചു. എന്നാൽ ഇന്ന് ഈ പണം നിങ്ങൾ എനിക്ക് തിരികെ തരുമ്പോൾ അതിൽ കമ്പനിയുടെ നിയമമല്ല ഉള്ളത്. പകരം എൻ്റെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്നോട് തോന്നിയ ഔദാര്യവും സഹതാപവുമാണ്. ആര്യൻ ഒരു നിമിഷം നിശബ്ദനായിപ്പോയി. തൻ്റെ ഉള്ളിലിരിപ്പ് അവൾ എത്ര കൃത്യമായാണ് വായിച്ചെടുത്തത്. ശ്രീലക്ഷ്മി, ഞാൻ നിന്നെ സഹതാപത്തോടെ നോക്കിയതല്ല. ആര്യൻ തിരുത്താൻ ശ്രമിച്ചു. അറിയാം സാർ, അച്ഛൻ ഇന്നലെ നിങ്ങളോടൊപ്പം സംസാരിച്ചിട്ടുണ്ടാകും. എൻ്റെ അച്ഛൻ്റെ അവസ്ഥയും വീട്ടിലെ കഷ്ടപ്പാടുകളും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. അത് കേട്ടപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഒരു കുറ്റബോധം തോന്നിയിട്ടുണ്ടാകാം. പക്ഷേ ശ്രീലക്ഷ്മിക്ക് ആരുടെയും ഔദാര്യം പറ്റി ജീവിക്കേണ്ട ഗതികേടില്ല. ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നത് എൻ്റെ കഴിവിനുള്ള ശമ്പളം വാങ്ങാനാണ്, അല്ലാതെ മുതലാളിയുടെ കാരുണ്യം പറ്റാനല്ല. നിങ്ങളുടെ ഈ ഔദാര്യം എൻ്റെ കയ്യിൽ വാങ്ങിയാൽ മരിച്ചു പോയത് എൻ്റെ ആത്മാഭിമാനമായിരിക്കും. അതെനിക്ക് അത്ര എളുപ്പം പണയം വെക്കാൻ കഴിയില്ല സർ. ഇനി ഈ വിഷയത്തെക്കുറിച്ച് ഒരു സംസാരം ഉണ്ടാവില്ലെന്ന് കരുതുന്നു. ഞാൻ എൻ്റെ ജോലിയിലേക്ക് തിരികെ പോയിക്കോട്ടെ സർ. ആര്യൻ ഒന്നും മിണ്ടാതെ തറഞ്ഞു നിന്നുപോയി. അവൻ പതിയെ തലയാട്ടിയതും ശ്രീലക്ഷ്മി ഒട്ടും പതറാതെ തലയുയർത്തിപ്പിടിച്ച് ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് കടന്നു. അവൾ പോയ വഴിയെ നോക്കി നിന്ന ആര്യൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആ പുഞ്ചിരിയിൽ അഹങ്കാരമില്ലായിരുന്നു. പകരം അവളോടുള്ള കൗതുകം 100 ഇരട്ടിയായി വർദ്ധിക്കുകയായിരുന്നു. പണം എറിഞ്ഞു കൊടുത്താൽ തൻ്റെ മുന്നിൽ വീഴുന്ന പെൺകുട്ടികളെ മാത്രം കണ്ടിട്ടുള്ള ബിസിനസ്സുകാരന് പണത്തേക്കാൾ വലിയ വില സ്വന്തം അന്തസ്സിന് നൽകുന്ന ശ്രീലക്ഷ്മി ഒരു അത്ഭുതമായി മാറുകയായിരുന്നു. ശ്രീലക്ഷ്മി, നിന്നെ പണം കൊണ്ട് കീഴടക്കാൻ കഴിയില്ലെന്ന് നീ തെളിയിച്ചു. ഇനി നിൻ്റെ ഈ ആത്മാഭിമാനത്തെ വേദനിപ്പിക്കാതെ നിൻ്റെ മനസ്സിലേക്ക് ഞാൻ എങ്ങനെ കടന്നു കയറുമെന്ന് നീ നോക്കിക്കോ. ആര്യൻ മനസ്സിലുറപ്പിച്ചു. അവർക്കിടയിലെ ആ ഈഗോയുടെ മതിൽ പതിയെ പ്രണയത്തിൻ്റെ പുതിയൊരു വഴിയിലേക്ക് തിരിയുകയായിരുന്നു. ശ്രീയോടുള്ള ആര്യൻ്റെ പകയും ഈഗോയും അതിവേഗമാണ് ആഴത്തിലുള്ള പ്രണയത്തിനും ബഹുമാനത്തിനും വഴിമാറിയത്. പണം കൊണ്ടോ അധികാരം കൊണ്ടോ കീഴടക്കാൻ പറ്റാത്ത അവളുടെ വ്യക്തിത്വം അവനെ പൂർണ്ണമായും ആകർഷിച്ചു. ഓഫീസിൽ അവൻ തൻ്റെ കണിശതയെല്ലാം ശ്രീയോട് മാത്രമായി കുറച്ചു. അവളുടെ ചെറിയ ആവശ്യങ്ങൾ പോലും പറയാതെ മനസ്സിലാക്കാനും അവൾ അറിയാതെ അവളെ സഹായിക്കാനും അവൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. തൻ്റെ ആഡംബര ശീലങ്ങൾ മാറ്റിവെച്ച് അവളുടെ നിലപാടുകളിലേക്ക് അവൻ സ്വയം പാകപ്പെട്ടു. ക്യാബിനിലെ ഗ്ലാസ് വിൻഡോയിലൂടെ എപ്പോഴും അവൻ്റെ കണ്ണുകൾ ശ്രീയെ തിരഞ്ഞുകൊണ്ടിരുന്നു. ആര്യൻ്റെ നോട്ടത്തിലും പെരുമാറ്റത്തിലും വന്ന മാറ്റങ്ങൾ ശ്രീ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. എന്നാൽ അവൾ അതിനൊട്ടും പ്രാധാന്യം നൽകിയില്ല. അവനെ എപ്പോഴും കമ്പനിയിലെ MD എന്ന ഔദ്യോഗിക പദവിയിൽ മാത്രമാണ് അവൾ കണ്ടത്. വീട്ടിലെ വലിയ ബാധ്യതകളും അച്ഛൻ്റെ രോഗാവസ്ഥയും അനിയത്തിയുടെ പഠനവും മാത്രമായിരുന്നു അവളുടെ ചിന്തകളിൽ. പ്രണയിക്കാൻ തനിക്ക് സാഹചര്യമില്ലെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. ആര്യൻ പ്രണയപൂർവ്വം നീട്ടുന്ന ശ്രദ്ധയെയും അവസരങ്ങളെയും അവൾ തികഞ്ഞ പ്രൊഫഷണലിസത്തോടെയും മാന്യമായ അവഗണനയോടെയും നേരിട്ടു. അവൾ തന്നെ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് അറിയുന്തോറും ആര്യന് അവളോടുള്ള പ്രണയത്തിൻ്റെ തീവ്രത കൂടിക്കൂടി വന്നു. അവളുടെ അകൽച്ചയും അവഗണനയും തന്നെയാണ് അവനെ അവളിലേക്ക് കൂടുതൽ അടുപ്പിച്ചുകൊണ്ടിരുന്നതും. ഓഫീസിലെ ഫയലുകളിലും കണക്കുകളിലും മുഴുകി പതിവിലും അല്പം വൈകിയാണ് അന്ന് ശ്രീലക്ഷ്മി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നത്. മനസ്സിൽ ആര്യൻ്റെ ആ മാറ്റങ്ങൾ തന്നെയായിരുന്നു. ഓഫീസിൽ ഫയലുകൾ ഒപ്പിട്ട് തരുമ്പോഴും നിർദ്ദേശങ്ങൾ നൽകുമ്പോഴും അവൻ്റെ കണ്ണുകളിൽ തെളിയുന്ന പ്രണയവും ആർദ്രതയും അവൾ കാണാതെ പോകുന്നതല്ല.
പക്ഷെ തൻ്റെ മുന്നിലെ യാഥാർത്ഥ്യങ്ങൾ ആ പ്രണയത്തിന് മുന്നിൽ ഒരു കനത്ത മതിലായി അവൾ തന്നെ നിർത്തിയിരിക്കുകയാണ്. ഇല്ല, എൻ്റെ ജീവിതം പ്രണയിച്ച് തീർക്കാനുള്ളതല്ല. അച്ഛനും അമ്മയും ആളും അവരാണ് എൻ്റെ ലോകം. മനസ്സിനെ ഒന്നുകൂടെ പഠിപ്പിച്ചുറപ്പിച്ച് അവൾ ആ ഇടുങ്ങിയ വഴിയിലൂടെ വാടക വീട്ടിലേക്ക് നടന്നു. വീടിൻ്റെ പടിവാതിൽക്കെത്തിയപ്പോൾ തന്നെ ശ്രീലക്ഷ്മി പെട്ടെന്ന് നിന്നുപോയി. സാധാരണയായി ദയനീയമായ ചുമയും കനത്ത നിശബ്ദയും മാത്രം തങ്ങി നിൽക്കാറുള്ള ആ കൊച്ചു വാടക വീട്ടിൽ നിന്നും ഇന്ന് വല്ലാത്തൊരു ജീവസ്സുറ്റ ചിരിയുടെ ശബ്ദം പുറത്തേക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. അതിലൊക്കെയുപരി ഒരു പുരുഷൻ്റെ ഉറക്കെയുള്ള എന്നാൽ തികച്ചും പരിചിതമായ ഒരു ചിരിയും. അവളുടെ നെഞ്ചിടിപ്പ് പെട്ടെന്ന് വർദ്ധിച്ചു. അവൾ വേഗത്തിൽ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. ഹാളിലെ കാഴ്ച കണ്ട് ശ്രീലക്ഷ്മി ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി. അവിടെ കട്ടിലിൽ ചാരിയിരിക്കുന്ന അച്ഛൻ നരേന്ദ്രൻ്റെ അരികിൽ ഒരു ചെറിയ പ്ലാസ്റ്റിക് സ്റ്റൂളിൽ ഇരിക്കുകയാണ് ആര്യൻ. അവൻ്റെ ആഡംബര കോട്ടയ്ക്ക് അഴിച്ചു വെച്ച് ഷർട്ടിൻ്റെ കൈകൾ മുകളിലേക്ക് തെടുത്തു വെച്ച് തികച്ചും സാധാരണക്കാരനെ പോലെ അവൻ ഇരിക്കുന്നു. ആര്യൻ കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ച് തമാശ പറയുകയാണ്. അത് കേട്ട് അച്ഛൻ നരേന്ദ്രൻ വർഷങ്ങൾക്ക് ശേഷം മനസ്സ് തുറന്ന് ചിരിക്കുകയായിരുന്നു. രോഗം തളർത്തിയ ആ മുഖം ഇത്രയും വലിയൊരു സന്തോഷം ശ്രീലക്ഷ്മി ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. അടുക്കള വാതിൽക്ക് നിൽക്കുന്ന അമ്മ സുമിത്രയുടെയും മുഖത്തും മാളുവിൻ്റെ മുഖത്തും അതേ പ്രകാശം ഉണ്ടായിരുന്നു. മേശപ്പുറത്ത് മാളുവിൻ്റെ കോളേജ് ഫീസിൻ്റെ റെസിപ്റ്റും പലചരക്ക് സാധനങ്ങളും എല്ലാം ശ്രീലക്ഷ്മിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവളുടെ ഉള്ളിൽ പെട്ടെന്ന് ഒരു തീക്കനൽ വീണു. ഒരു വലിയ കൊടുങ്കാറ്റ് രൂപപ്പെട്ടു. താൻ അത്രയും കാലം കാത്തു സൂക്ഷിച്ച ആത്മാഭിമാനത്തിന് മേൽ അവൻ വീണ്ടും പണം കൊണ്ടും സ്വാധീനം കൊണ്ട് കയറി പിടിക്കുകയാണെന്ന് അവൾക്ക് തോന്നി. ആ ചേച്ചി വന്നോ? മാളു ഓടി വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. ആര്യൻ പതിയെ സംഭാഷണം നിർത്തി എഴുന്നേറ്റു. അവൻ്റെ കണ്ണുകളിൽ ശ്രീയെ കണ്ടതിൻ്റെ ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. ആ ശ്രീകുട്ടി, നീ വന്നോ? ദാ നിന്റെ ബോസ് വന്നിട്ട് 1 മണിക്കൂറായി, സുമിത്ര സ്നേഹത്തോടെ പറഞ്ഞു. ശ്രീലക്ഷ്മി ആര്യനെ ഒന്ന് നോക്കി. അവൻ്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ ഇറങ്ങട്ടെങ്കിൽ ഓഫീസിൽ കുറച്ച് വർക്കുകൾ കൂടിയുണ്ട്. സുമിത്ര ആൻറ്റി, ഞാൻ വരാൻ കേട്ടോ. മാളു, നന്നായി പഠിക്കണേ. അവൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തേക്ക് നടന്നു. ശ്രീലക്ഷ്മി ഒരക്ഷരം പോലും മിണ്ടാതെ ബാഗ് മേശപ്പുറത്തേക്ക് വെച്ച് ഏതാണ്ട് എറിഞ്ഞു കൊടുത്തിട്ടെന്ന പോലെ അവന് പിന്നാലെ വെളിയിലേക്ക് ഇറങ്ങി. മുറ്റത്തെ കറുത്ത BMW കാറിനടുത്തേക്ക് നടക്കുകയായിരുന്ന ആര്യൻ്റെ മുന്നിലേക്ക് അവൾ വന്ന് കയറി നിന്നു. അവളുടെ ശ്വാസം മൂലം ദേഷ്യം കൊണ്ട് വേഗത്തിലായിരുന്നു. കണ്ണുകൾ ചുവന്നിട്ടുണ്ടായിരുന്നു. എന്തോടോ തൻ്റെ വിചാരം? താൻ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത്? ശ്രീലക്ഷ്മി നിയന്ത്രണം വിട്ട് തട്ടിക്കയറി. ആര്യൻ കാറിൻ്റെ ഡോറിൽ ചാരി നിന്ന് കൈകൾ കെട്ടി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി അവളെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു. ശ്രീലക്ഷ്മി, സൗണ്ട് ഉറക്ക്, നിന്റെ അച്ഛനും അമ്മയും അകത്തുണ്ട് കേട്ടോ. അവൻ തികച്ചു ശാന്തമായി പറഞ്ഞു. എനിക്ക് സൗണ്ട് ഉറക്കാൻ പറ്റില്ല സാർ. തൻ്റെ ഈ ഓഫീസിലെ MD കളി എൻ്റെ വീട്ടിൽ വേണ്ട എന്ന് പറയാനാണ് ഞാൻ വന്നത്. താൻ എന്തിനാ എൻ്റെ വീട്ടിൽ വന്നത്? ആ മരുന്നുകളും മാളവിൻ്റെ ഫീസും അതൊക്കെ തരാൻ തനിക്ക് ആരാണ് അധികാരം തന്നത്? ഞാൻ പറഞ്ഞിരുന്നോ? തൻ്റെ മുന്നിൽ വന്ന് ഞാൻ കൈ നീട്ടിയിരുന്നോ? നീ ചോദിക്കില്ല എന്ന് എനിക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. ആര്യൻ്റെ സ്വരത്തിൽ ഒരു പ്രണയത്തിൻ്റെ ആർദ്രതയുണ്ടായിരുന്നു. എനിക്ക് തൻ്റെ ഔദാര്യം വേണ്ട എന്ന് ഞാൻ നിങ്ങളുടെ ക്യാബിനിൽ വെച്ച് വ്യക്തമായി പറഞ്ഞതല്ലേ ആര്യൻ സാർ. നിങ്ങൾ എന്നെ വിടാതെ പിടിക്കുകയാണല്ലോ. ഓഫീസിൽ ഞാൻ നിങ്ങളെ അവഗണിക്കുമ്പോൾ എൻ്റെ ഈ അവസ്ഥകളെ മുതലെടുത്ത് എൻ്റെ കുടുംബത്തിൻ്റെ മുന്നിൽ ഹീറോ ആകാനാണോ തൻ്റെ ശ്രമം? പണം കൊണ്ട് ആര്യൻ എന്ന മുതലാളിക്ക് എൻ്റെ ഈ ദാരിദ്ര്യത്തെ വാങ്ങാമെന്ന് വിചാരിച്ചോ? ശ്രീയുടെ കണ്ണുകളിൽ നിന്നും ദേഷ്യം കൊണ്ടുള്ള കണ്ണീർത്തുള്ളികൾ ഒലിച്ചിറങ്ങി. ആര്യൻ തൻ്റെ പുഞ്ചിരി മാറ്റി അതീവ ഗൗരവത്തോടെ അവളുടെ തൊട്ടു മുന്നിലേക്ക് നടന്നു വന്നു. അവൻ്റെ വലിയ സാന്നിധ്യത്തിന് മുന്നിൽ അവൾ ഒരു നിമിഷം പിന്നോട്ട് മാറാൻ ആഗ്രഹിച്ചെങ്കിലും ആത്മാഭിമാനം കൊണ്ട് അവിടെ തന്നെ അവൾ ഉറച്ചു നിന്നു. മതി ശ്രീലക്ഷ്മി, ഒരക്ഷരം കൂടുതൽ താൻ ഇനി പറയരുത്. ആര്യൻ്റെ ശബ്ദം ഗാംഭീര്യമുള്ളതായിരുന്നു. എന്നാൽ അതിൽ ദേഷ്യമായിരുന്നില്ല. പകരം ഒരു വലിയ അധികാരഭാവമുണ്ടായിരുന്നു. നീ വിചാരിച്ചോ ഇത് ഞാൻ നിനക്ക് തന്ന ഔദാര്യമാണെന്ന്? നിൻ്റെ ഈ കഷ്ടപ്പാടുകൾ കണ്ട് എനിക്ക് തോന്നിയ സഹതാപമാണെന്ന്? എങ്കിൽ നിനക്ക് തെറ്റി. ആര്യന് ആരോടും സഹതാപം തോന്നാറില്ല. ഇത് ഔദാര്യമല്ല ശ്രീ, ഇത് നിൻ്റെ അവകാശമാണ്. എന്തവകാശം? ശ്രീലക്ഷ്മി ചോദിച്ചു. ആര്യൻ അവളുടെ കണ്ണുകളിലേക്ക് വിരൽ ചൂണ്ടി. തൻ്റെ ഉള്ളിലെ പ്രണയത്തിൻ്റെ മുഴുവൻ തീവ്രതയും ആവാഹിച്ചുകൊണ്ട് അവൻ സംസാരിക്കാൻ തുടങ്ങി. നിൻ്റെ മേലുള്ള എൻ്റെ അവകാശം, നിൻ്റെ ഈ കണ്ണീരിന്മേലുള്ള അവകാശം. അതെ ശ്രീ, എനിക്ക് നിന്നോട് പ്രണയമാണ്. പണം കൊണ്ട് ആരെയും കീഴടക്കാമെന്ന് അഹങ്കരിച്ച എൻ്റെ മുന്നിലേക്ക് കഴിവും ആത്മാഭിമാനവും കൊണ്ട് ഒരു തീപ്പരി പോലെ നീ കടന്നു വന്ന ആ നിമിഷം മുതൽ എൻ്റെ ഈ ഹൃദയം നിൻ്റേതാണ്. നീ എന്നെ ഓഫീസിൽ അവഗണിക്കുന്നുണ്ടാവാം, ഒരു MDയുടെ പദവിയിൽ മാത്രം ഒതുക്കി നിർത്തുന്നുണ്ടാവാം. പക്ഷേ ഈ ആര്യൻ്റെ മനസ്സിൽ നീ കയറി
ഇരിപ്പുറപ്പിച്ചു കഴിഞ്ഞു. ശ്രീലക്ഷ്മി ആ പറച്ചിലിൽ പകച്ചുപോയി. അവൻ ഇത്ര പരസ്യമായി ഇത്രയും തീവ്രമായി തൻ്റെ പ്രണയം പ്രകടിക്കുമെന്ന് അവൾ കരുതിയിരുന്നില്ല. നിനക്ക് മുന്നിൽ വലിയ ബാധ്യതകളുണ്ട്. പ്രണയിക്കാൻ നിനക്ക് സമയമില്ലായിരിക്കാം. നീ എന്നെ അവഗണിക്കുന്നത് നിന്റെ ദേഷ്യം കൊണ്ടല്ല, നിന്റെ സാഹചര്യങ്ങൾ കൊണ്ടാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നിന്റെ ആ ബാധ്യതകളും കഷ്ടപ്പാടുകളും ഇനി മുതൽ എൻ്റേതു കൂടിയാണ്. എൻ്റെ അച്ഛൻ്റെ സുഹൃത്താണ് നിന്റെ അച്ഛൻ. ആ സ്ഥാനത്ത് വന്ന് അവരെ സഹായിക്കാൻ എനിക്ക് പണത്തിൻ്റെ അഹങ്കാരം വേണ്ട ശ്രീ, മനുഷ്യത്വം മാത്രം മതി. അവൻ ഒരു നിമിഷം നിർത്തി അവളുടെ മുഖത്തേക്ക് കൂടുതൽ അടുത്തു വന്നു. അവൻ്റെ കണ്ണുകളിൽ ആ പ്രണയത്തിൻ്റെ ആഴം കണ്ട് ശ്രീലക്ഷ്മിയുടെ ഹൃദയം ഒന്ന് മിടിച്ചു. നീ എന്നെ എത്രയൊക്കെ അവഗണിച്ചാലും എത്രയൊക്കെ തള്ളി പറഞ്ഞാലും ഈ ആര്യം നിന്നെ വിടില്ല ശ്രീലക്ഷ്മി. നീ എൻ്റെ ജീവിതമാണ്. നിന്നെ നേടാൻ, നിൻ്റെ ആ മനസ്സിലെ അവഗണനയുടെ മതിൽ തകർക്കാൻ ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. എനിക്ക് മുന്നിൽ തോറ്റു തരേണ്ടി വരും. പ്രണയം കൊണ്ട് ഞാൻ നിന്നെ തോൽപ്പിക്കും. ആര്യൻ അത്രയും പറഞ്ഞു നിർത്തിയപ്പോൾ ചുറ്റും കനത്ത നിശബ്ദതയായിരുന്നു. ശ്രീലക്ഷ്മിയുടെ ആത്മാഭിമാനം നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി. ആര്യൻ അത് പറയുമ്പോൾ അവൻ്റെ സ്വരത്തിൽ പ്രണയത്തിൻ്റെ സർവ്വ അധികാരവും ഉണ്ടായിരുന്നു. എന്നാൽ അവൻ്റെ വാക്കുകൾ കേട്ട് ഉരുകിപ്പോകാൻ അവൾ തയ്യാറായിരുന്നില്ല. പകരം ഇരച്ചു കയറിയ ദേഷ്യത്തോടെ അവൾ കണ്ണുനീർ തുടച്ചു മാറ്റി. മതി സർ, നിർത്ത്. ശ്രീലക്ഷ്മി ഒട്ടും പതറാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നിങ്ങളുടെ ഈ വാക്കുകൾ കേട്ട് വീണു പോകുന്ന പെൺകുട്ടിയല്ല ഞാൻ. നിങ്ങൾ ലണ്ടനിൽ നിന്ന് പഠിച്ച ബിസിനസ് തന്ത്രങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇറക്കേണ്ട. എനിക്ക് നിങ്ങളെ ഒട്ടും ഇഷ്ടമല്ല. ഇനി ഒരിക്കലും ഈ പ്രണയം കൊണ്ട് എൻ്റെ മുന്നിലേക്ക് വരരുത്. അവളുടെ ആ കടുത്ത വിസമ്മതം കേട്ടിട്ടും ആര്യൻ്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞില്ല. അവൻ കാറിൻ്റെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി വിൻഡോ ഗ്ലാസ് താഴ്ത്തി അവളെ ഒന്ന് നോക്കി. ഇഷ്ടമല്ലെന്ന് നീ എത്ര വട്ടം പറഞ്ഞാലും ഈ ആര്യൻ്റെ മനസ്സിലെ പ്രണയം കുറയില്ല ശ്രീ. അത് കൂടുതൽ കൂടുകയേ ഉള്ളൂ. നാളെ ഓഫീസിൽ കാണാം. അവൻ്റെ കാർ ആ ഇടവഴിയിലൂടെ പാഞ്ഞുപോയി. ശ്രീലക്ഷ്മി ദേഷ്യം കൊണ്ട് പല്ലിറുമ്മി നിൽക്കുമ്പോഴും അവളുടെ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ അവൻ്റെ ആ മുഖം പതിഞ്ഞു കഴിഞ്ഞിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. പിന്നീടുള്ള ദിവസങ്ങളിൽ ഓഫീസിലെ അന്തരീക്ഷം പൂർണ്ണമായി മാറിമറിഞ്ഞു. ആര്യൻ തൻ്റെ കണിശക്കാരനായ ബോസ് എന്ന ലേബൽ ശ്രീയോട് മാത്രമായി മാറ്റിവെച്ചു. എന്നാൽ ശ്രീലക്ഷ്മി തികഞ്ഞ പ്രൊഫഷണലിസം കാത്തു സൂക്ഷിച്ചു. അവൾ അവനെ വെറും ഒരു MD ആയി മാത്രം കണ്ട അകലം പറിച്ചു. ആര്യൻ അവൾക്കായി കരുതി വെച്ച പ്രത്യേക പരിഗണനകളെല്ലാം അവൾ മാന്യമായി നിരസിച്ചു. അവൾ തന്നെ അവഗണിക്കുന്തോറും ആര്യന് അവളോടുള്ള പ്രണയത്തിൻ്റെ തീവ്രത കൂടിക്കൂടി വന്നു. അവൻ ഓരോ നിമിഷവും അവളെ പ്രണയം കൊണ്ട് കീഴടക്കാൻ തക്കം പാർത്തിരുന്നു. ഒരു ദിവസം ഓഫീസിലെ അടിയന്തര മീറ്റിങ്ങുകളും ഫയൽ വർക്കുകളും കാരണം ശ്രീലക്ഷ്മി ഇറങ്ങാൻ വളരെ വൈകി. 5:30 ഇറങ്ങേണ്ടവൾ 7 മണി കഴിഞ്ഞാണ് ഓഫീസിന് വെളിയിലെത്തിയത്. റോഡിൽ വണ്ടികൾ കുറവായിരുന്നു. ബസ് സ്റ്റോപ്പിൽ ആളുകളും ഒഴിഞ്ഞിരുന്നു. തോളിലെ ബാഗ് മുറുക്കി പിടിച്ച് അവൾ അടുത്ത ബസ്സിനായി കാത്തു നിൽക്കുമ്പോഴാണ് പരിചിതമായ ആ കാർ വന്ന് അവൾക്ക് മുന്നിൽ ബ്രേക്ക് ഇട്ടത്. വിൻഡോ ഗ്ലാസ് താഴ്ത്തി ആര്യൻ അവളെ ഒന്ന് നോക്കി. ശ്രീ, ഒരുപാട് വൈകി. ബസ്സൊന്നും ഇപ്പോൾ കിട്ടില്ല. കയറ്, ഞാൻ വീട്ടിൽ കൊണ്ടുപോയാക്കാം. വേണ്ട സർ, ഞാൻ ബസ്സിൽ വന്നോളാം. എനിക്ക് ശീലമുള്ളതാണ്. ശ്രീലക്ഷ്മി തിരിഞ്ഞു നിന്ന് തികച്ചും ഔപചാരികമായി പറഞ്ഞു. ശ്രീലക്ഷ്മി, വഴക്കുണ്ടാക്കാനുള്ള സമയമല്ലത്. നേരെ ഇരുട്ടി, വണ്ടിയുമില്ല. വാശി നോക്കാതെ കയറാൻ നോക്ക്. ആര്യൻ അല്പം അധികാരത്തോടെ പറഞ്ഞു. അവൾ വീണ്ടും വിസമ്മതിക്കാൻ തുടങ്ങുമ്പോഴാണ് ദൂരെ നിന്നും ഒരു ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റ് വെളിച്ചം അവളുടെ നേർക്ക് വന്നത്. ബ്രേക്കിൻ്റെ ചെറിയൊരു ശബ്ദത്തോടെ ആ ബൈക്ക് ശ്രീലക്ഷ്മിയുടെ തൊട്ടരികിൽ വന്നു നിന്നു. ശ്രീ, നീ എന്ത് ഈ സമയത്ത് ഇവിടെ? ബൈക്കിലിരിക്കുന്ന യുവാവ് ഹെൽമെറ്റ് മാറ്റിക്കൊണ്ട് ചോദിച്ചു. അവളുടെ കൂടെ കോളേജിൽ പഠിച്ച, ഇപ്പോൾ നഗരത്തിൽ തന്നെ ജോലി ചെയ്യുന്ന അവളുടെ ഉറ്റ സുഹൃത്ത് നന്ദനായിരുന്നത്. നന്ദൻ, നീ എന്തേ ഈ വഴിക്ക്? അപ്രതീക്ഷിതമായ സുഹൃത്തിനെ കണ്ട സന്തോഷത്തിൽ ശ്രീയുടെ മുഖം പെട്ടെന്ന് തിളങ്ങി. ഞാൻ ഈ വഴിക്കൊരു ഫ്രണ്ടിനെ കാണാൻ വന്നതാ. നീ എന്തേ ഈ സമയത്ത്? ലേറ്റായോ? എന്തായാലും വാ, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം. നന്ദൻ സ്നേഹത്തോടെ ബൈക്കിൻ്റെ ബാക്ക് സീറ്റിലേക്ക് കൈകാട്ടി. അയ്യോ, അത് നന്നായി. ഞാൻ എങ്ങനെ പോവും എന്നോർത്ത് നിൽക്കുകയായിരുന്നു. ആര്യൻ്റെ വണ്ടിയിൽ കയറാൻ ഒട്ടും താല്പര്യമില്ലാതിരുന്ന ശ്രീക്ക് നന്ദൻ്റെ വരവ് ഒരു വലിയ ആശ്വാസമായി. അവൾ ആര്യനെ ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും ആര്യൻ്റെ മുഖം ദേഷ്യം കൊണ്ടും അസൂയ കൊണ്ടും ചുവന്നു തൊടുത്തിരുന്നു. നന്ദനെ കൊന്നു കൊല വിളിക്കുന്ന ഭാവത്തിൽ നോക്കിയിരിക്കുകയാണ് മൂപ്പർ. ആര്യൻ്റെ ആ കടുത്ത അസൂയ മൂത്ത് ദേഷ്യം കൊണ്ട് വിറക്കുന്ന ആ കുട്ടിത്തം നിറഞ്ഞ മുഖം കണ്ടപ്പോൾ ശ്രീലക്ഷ്മിക്കുള്ളിൽ ചിരി പൊട്ടി. തനിക്കിട്ട് എപ്പോഴും പാരപണിയുന്ന വലിയ മുതലാളിയുടെ അവസ്ഥ അവൾക്ക് വല്ലാത്തൊരു സന്തോഷം നൽകി. അവൾ തൻ്റെ ചുണ്ടിൽ വിരിഞ്ഞ ആ കള്ളച്ചിരി കടിച്ചമർത്തിക്കൊണ്ട് ആര്യനെ നോക്കി ഫോർമലായി പറഞ്ഞു. എന്നാൽ ശരി സാർ, എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഞാൻ പുള്ളിയുടെ കൂടെ പോയിക്കോളാം. ഗുഡ് നൈറ്റ് സാർ. അവൾ ഒട്ടും സമയം കളയാതെ നന്ദൻ്റെ ബൈക്കിന് പിന്നിലേക്ക് കയറിയിരുന്നു. നന്ദൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ശ്രീലക്ഷ്മി ബൈക്കിൻ്റെ മിററിലൂടെ പുറകോട്ട് നോക്കി. ആര്യൻ അപ്പോഴും ദേഷ്യം കടിച്ചമർത്തി പല്ലുറുമ്മി കാറിന് ഉള്ളിലിരുന്ന് അവളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു.
അവൻ്റെ ആ ദേഷ്യം പിടിച്ച മുഖം കണ്ടതും ശ്രീലക്ഷ്മിക്കൊടുവിൽ ആ ചിരി അടക്കി പിടിക്കാൻ കഴിഞ്ഞില്ല. അവൾ നന്ദൻ്റെ തോളിൽ ചാരിയിരുന്ന് ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. പിറ്റേന്ന് രാവിലെ ശ്രീലക്ഷ്മി പതിവ് പോലെ കൃത്യസമയത്ത് തന്നെ തൻ്റെ സീറ്റിലിരുന്ന് ഫയലുകൾ നോക്കാൻ തുടങ്ങി. എങ്കിലും അവളുടെ കണ്ണുകൾ ഇടയ്ക്കിടെ MDയുടെ ക്യാബിൻ്റെ അടഞ്ഞു കിടക്കുന്ന ഗ്ലാസ് വാതിലിലേക്ക് നീളുന്നുണ്ടായിരുന്നു. കൃത്യം 9 മണിക്ക് തന്നെ ആര്യൻ ഓഫീസിലേക്ക് കടന്നു വന്നു. എന്നാൽ എന്നുണ്ടാകാറുള്ള പ്രസരിപ്പോ അവളുടെ നേർക്കുമുള്ള പ്രണയം നിറഞ്ഞ നോട്ടമോ ഇന്ന് ആ മുഖത്തുണ്ടായിരുന്നില്ല. കനത്ത ഗൗരവത്തോടെ തിരിഞ്ഞുപോലും നോക്കാതെ അവൻ തൻ്റെ ക്യാബിനിലേക്ക് കയറിപ്പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഫോൺ ശബ്ദിച്ചു. മിസ് ശ്രീലക്ഷ്മി, ജസ്റ്റ് കം ടു മൈ ക്യാബിൻ. തികച്ചും ഔദ്യോഗികമായ വരണ്ട സ്വരം. ശ്രീലക്ഷ്മി പതിയെ എഴുന്നേറ്റ് ക്യാബിനിലേക്ക് നടന്നു. വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ആര്യൻ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അവൾ വന്ന ശബ്ദം കേട്ടിട്ടും അവൻ പെട്ടെന്ന് തിരിഞ്ഞില്ല. സർ, എന്തെങ്കിലും ഫയൽ വേണോ? അവൾ ചോദിച്ചു. ആര്യൻ പതിയെ തിരിഞ്ഞു. അവൻ്റെ കണ്ണുകൾക്ക് താഴെ നേരിയ കറുപ്പ് പടർന്നിട്ടുണ്ടായിരുന്നു. തലേ രാത്രിയിലെ ഉറക്കമില്ലായ്മയുടെ തെളിവ്. അവൻ മേശപ്പുറത്തേക്ക് കൈകൾ ഊന്നി അവളെ തന്നെ നോക്കി. ഇന്നലെ നിന്റെ കൂടെ ബൈക്കിൽ പോയ ആൾ അതാരാണ്? ആര്യൻ്റെ സ്വരത്തിൽ ദേഷ്യം ഒളിപ്പിച്ചു വെക്കാനുള്ള ശ്രമം പരാജയപ്പെടുന്നുണ്ടായിരുന്നു. അവൻ്റെ ആ ചോദ്യവും മുഖത്തെ കടുത്ത അസൂയം കണ്ടപ്പോൾ ശ്രീക്ക് വീണ്ടും കുസൃതി തോന്നി. എപ്പോഴും തന്നെ വെല്ലുവിളിക്കുന്ന ഈ ബോസിനെ ഒന്ന് നന്നായി കളിപ്പിക്കണം എന്നവൾ തീരുമാനിച്ചു. മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും വരുത്താതെ അവൾ മറുപടി നൽകി. അത് നന്ദൻ, എൻ്റെ കോളേജിൽ കൂടെ പഠിച്ചതാ. ഐ നോ ദാറ്റ്. അവൻ നിൻ്റെ വെറും ഒരു ഫ്രണ്ട് മാത്രമാണോ? ആര്യൻ ഒരടി മുന്നോട്ട് വെച്ചു. ശ്രീലക്ഷ്മി തൻ്റെ ചുണ്ടിൽ വന്ന ചിരി കടിച്ചമർത്തിക്കൊണ്ട് നാടകീയമായി താഴേക്ക് നോക്കി വിരലുകൾ കോർത്തു പിടിച്ചു. അത് പിന്നെ സാർ, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ്. വീട്ടിൽ ഉടനെ പറയും എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ആ വാക്ക് കേട്ടതും ആര്യൻ്റെ മുഖത്ത് ചോരയത്രയും വറ്റിപ്പോയതുപോലെ തോന്നി. നെഞ്ചിലേക്ക് ആരോ കനത്ത ആഘാതം ഏൽപ്പിച്ചതുപോലെ അവൻ ഒരു നിമിഷം ശ്വാസം എടുക്കാൻ പോലും മറന്നു നിന്നുപോയി. മറ്റൊരുവന് തൻ്റെ ഹൃദയം നൽകിക്കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം അവൻ്റെ സർവ്വ നിയന്ത്രണങ്ങളും തകർത്ത് കളഞ്ഞു. അവൻ ഒന്നും മിണ്ടിയില്ല. അവളുടെ മുഖത്തേക്ക് ദയനീയമായി ഒന്ന് നോക്കി മേശപ്പുറത്തിരുന്ന തൻ്റെ ഫോണും കാറിൻ്റെ കീയും മാത്രമെടുത്ത് അവൻ തിരിഞ്ഞു നടന്നു. ക്യാബിൻ്റെ വാതിൽ വലിയ ശബ്ദത്തോടെ അടച്ചു പുറത്തേക്ക് പോകുന്ന ആര്യനെ നോക്കി ശ്രീലക്ഷ്മി ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി. താൻ പറഞ്ഞതൊരു തമാശ മാത്രമാണെന്ന് വിളിച്ചു പറയാൻ അവൾ ആഗ്രഹിച്ചെങ്കിലും അപ്പോഴേക്കും അവൻ ഓഫീസിൻ്റെ പടവുകൾ ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. അതിനുശേഷം പിന്നീട് ഒരാഴ്ചത്തേക്ക് ആര്യൻ ഓഫീസിലേക്ക് വന്നതേയില്ല. ആദ്യത്തെ 2 ദിവസങ്ങളിൽ ശ്രീലക്ഷ്മി വിചാരിച്ചു അവൻ ദേഷ്യം കൊണ്ട് മാറി നിൽക്കുകയാണെന്ന്. എന്നാൽ ദിവസങ്ങൾ 5ഉം 6ഉം കഴിഞ്ഞിട്ടും ആ കസേര ശൂന്യമായി കിടന്നപ്പോൾ അവളുടെ ഉള്ളിൽ ഒരു വല്ലാത്ത അസ്വസ്ഥത രൂപപ്പെടാൻ തുടങ്ങി. ഓഫീസിലെത്തുമ്പോൾ എപ്പോഴും തന്നെ പിന്തുടരാറുള്ള ആ തീക്ഷ്ണമായ നോട്ടം ഇന്നവിടെയില്ല. തനിക്ക് നേരെ നീളാറുള്ള ആ ആർദ്രമായ പുഞ്ചിരിയില്ല. വഴക്കിടാൻ പോലും അവൻ മുന്നിലില്ല. അപ്പോഴാണ് അവൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞത്. തൻ്റെ ആത്മാഭിമാനത്തിൻ്റെ കോട്ടകൾക്കുള്ളിൽ എപ്പോഴോ ആര്യൻ എന്ന പേര് അവൾ പോലും അറിയാതെ പടർന്നു പന്തലിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവൻ്റെ അസാന്നിധ്യം ആ ഓഫീസിനെ മാത്രമല്ല അവളുടെ മനസ്സിനെയും ഒരു ഇല പൊഴിയും കാലം പോലെ ഉണക്കിക്കളഞ്ഞു. ജോലിയിൽ ശ്രദ്ധിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. വീട്ടിലെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും മാറ്റിവെച്ച് അവളുടെ ചിന്തകൾ പൂർണ്ണമായും ആര്യനിലേക്ക് മാത്രമായി ചുരുങ്ങിപ്പോയിരുന്നു. താൻ പറഞ്ഞ കള്ളം അവനെ ഇത്രത്തോളം തകർക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. 7ാമത്തെ ദിവസം ഓഫീസിലേക്ക് അപ്രതീക്ഷിതമായി വിശ്വനാഥൻ സാർ കടന്നു വന്നു. ആരോഗ്യം അല്പം വീണ്ടെടുത്ത അദ്ദേഹം മകൻ്റെ അഭാവത്തിൽ താൽക്കാലികമായി ചാർജ് എടുക്കാൻ എത്തിയതായിരുന്നു. ഉച്ചക്ക് ഫയലുകൾ ഒപ്പിടാൻ ശ്രീലക്ഷ്മി അദ്ദേഹത്തിൻ്റെ ക്യാബിനിലേക്ക് കയറി. വിശ്വനാഥൻ സാറിൻ്റെ മുഖത്ത് വലിയൊരു വിഷമം നിഴലിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ശ്രീ, വിശ്വനാഥൻ സാർ ഫയലിൽ നിന്നും തലയുയർത്തി അവളെ നോക്കി. ആര്യൻ കഴിഞ്ഞ ഒരാഴ്ചയായി റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ആരോടും സംസാരിക്കുന്നതുമില്ല. ലണ്ടനിലേക്ക് തിരികെ പോകാൻ അവൻ ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അത് കേട്ടതും ശ്രീലക്ഷ്മിയുടെ കയ്യിലിരുന്ന പേന താഴേക്ക് വീണു. അവളുടെ നെഞ്ച് അതിശക്തമായി ഇടിക്കുവാൻ തുടങ്ങി. ലണ്ടനിലേക്കോ? അവൾ വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതേ മോളെ, വിശ്വനാഥൻ ദീർഘമായി ഒന്ന് നെടുവേർപ്പിട്ടു. അവന് നിന്നെ അത്രമേൽ ഇഷ്ടമാണ് കുട്ടി. പക്ഷെ നീ മറ്റൊരാളെ പ്രണയിക്കുന്നു എന്നറിഞ്ഞത് മുതൽ അവൻ ആകെ അങ്കലാപ്പിലാണ്. അവൻ നിന്നെ അത്രമേൽ പ്രണയിച്ചിരുന്നു ശ്രീകുട്ടി. സാറിൻ്റെ വാക്കുകൾ ശ്രീലക്ഷ്മിയുടെ കാതുകളിൽ ഒരു ഇടുത്തി പോലെയാണ് വന്നു പതിച്ചത്. തൻ്റെ ഒരു ചെറിയ തമാശ അവൻ്റെ ജീവിതം തന്നെ തകിടം മറിച്ചിരിക്കുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൾക്ക് അവനോടുള്ള പ്രണയം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ അവളുടെ ഉള്ളിൽ ഇരച്ചു കയറിയ നിമിഷമായിരുന്നു അത്. പിറ്റേന്ന് രാവിലെ ശ്രീലക്ഷ്മി വളരെ നേരത്തെ തന്നെ ഓഫീസിലെത്തി. അവളുടെ മനസ്സിൽ ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആര്യനെ കാണണം, സത്യം പറയണം. അവൻ ലണ്ടനിലേക്ക് പോവുകയാണെങ്കിൽ തൻ്റെ പ്രണയം തുറന്നു പറഞ്ഞ് അവനെ തടയണം.
പൊടുന്നനെ ആര്യൻ അകത്തേക്ക് കയറി വന്നു. ലണ്ടനിലേക്ക് പോകുന്നതിന് മുമ്പ് ചില അവസാന പേപ്പറുകളിൽ ഒപ്പിടാൻ വേണ്ടിയാണ് അവൻ എത്തിയത്. അവൻ്റെ മുഖത്തെ പ്രൗഢിയൊക്കെ മങ്ങി വല്ലാത്തൊരു ശൂന്യത ആ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ശ്രീലക്ഷ്മിയെ കണ്ടതും അവൻ തൻ്റെ നോട്ടം വെട്ടിച്ച് ഒഴിഞ്ഞു മാറി വേഗത്തിൽ ക്യാബിനിലേക്ക് നടക്കാൻ തുടങ്ങി. തന്നെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് കടന്നു പോകുന്ന അവനെ കണ്ടപ്പോൾ ശ്രീക്ക് തൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അവൾ ഒട്ടും ആലോചിച്ചില്ല. ചുറ്റും നിൽക്കുന്ന ജീവനക്കാരെക്കുറിച്ചോ ഓഫീസിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ചോ അവൾ ചിന്തിച്ചതേയില്ല. അവൾ ഓടിച്ചെന്ന് ക്യാബിനിലേക്ക് കയറി. ആര്യൻ്റെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചു നിർത്തി. ആര്യൻ ഞെട്ടലോടെ നിന്നുപോയി. അവൻ്റെ കൈകളിൽ അവളുടെ വിരലുകളുടെ ചൂട് പടർന്നപ്പോൾ അവൻ്റെ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിച്ചു. അവൻ പതിയെ തിരിഞ്ഞു നോക്കി. ശ്രീലക്ഷ്മിയുടെ കണ്ണുകൾ അപ്പോഴേക്കും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവളുടെ ആ മുഖത്തെ ഭാവം കണ്ടപ്പോൾ അവൻ തടിച്ചു നിന്നുപോയി. എന്താ ശ്രീലക്ഷ്മി, എന്താണിത്? ആര്യൻ തൻ്റെ സ്വരം കർക്കശമാക്കാൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്ക് സാറിനോടൊരു കാര്യം പറയാനുണ്ട്. അവൾ അവൻ്റെ കയ്യിലെ പിടി വിടാതെ തന്നെ പറഞ്ഞു. പറയൂ, നിന്റെ കല്യാണം വിളിക്കാനാണോ ഇനി? ഒന്ന് നിർത്താമോ ആര്യൻ സാർ? ശ്രീലക്ഷ്മി ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവളുടെ കണ്ണുനീർ തുള്ളികൾ അവളുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങി. അവൾ അവൻ്റെ തൊട്ട് മുന്നിലേക്ക് നടന്നു വന്നു. അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ കോർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ അന്ന് പറഞ്ഞത് ഒക്കെ കള്ളമാണ്. നന്ദ എൻ്റെ വെറും ഒരു കൂട്ടുകാരൻ മാത്രമാണ്. എനിക്ക് അവനോട് യാതൊരു പ്രണയവുമില്ല. ആര്യൻ ഒരു നിമിഷം ശ്വാസം അടക്കി പിടിച്ചു. കള്ളമോ? നീ എന്തിനാ എന്നോട് അങ്ങനെ കള്ളം പറഞ്ഞത്? ആര്യൻ ചോദിച്ചു. കാരണം എപ്പോഴും എൻ്റെ മുന്നിൽ വന്ന് അധികാരം സ്ഥാപിക്കുന്ന വലിയ മുതലാളിയെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി മാത്രം. പക്ഷേ ആ ഒരൊറ്റ കള്ളം കാരണം നിങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായി എന്നെ ഇത്ര അധികം വിഷമിപ്പിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തല ചായ്ച്ചുകൊണ്ട് വിതുമ്പി. കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ അനുഭവിച്ച നരകം എത്രത്തോളമാണെന്ന് നിങ്ങൾക്കറിയാവോ? ഈ ഓഫീസിൽ എത്തുമ്പോൾ നിങ്ങളുടെ ആ നോട്ടമില്ലാതെ ആ ചിരിയില്ലാതെ എനിക്ക് ശ്വാസം മുട്ടുകയായിരുന്നു ആര്യൻ. എനിക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തു, ഒരുപാട് മിസ് ചെയ്തു. അവളുടെ ആ തുറന്നു പറച്ചിലിൽ കേട്ടതും ആര്യൻ്റെ ഉള്ളിലെ സങ്കടവും നിരാശയുമെല്ലാം ഒരു മഞ്ഞുരുകും പോലെ അലിഞ്ഞുപോയി. അവൻ്റെ കൈകൾ താനെ ഉയർന്ന് അവളെ അവളുടെ അരക്കെട്ടിലൂടെ ചേർത്ത് പിടിച്ചു. അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി കരയുന്ന പെൺകുട്ടിയെ അവൻ തൻ്റെ ജീവിതത്തിലേക്ക് കൂടെ ചേർത്ത് നിർത്തുകയായിരുന്നു അത്. ശ്രീ, അവൻ ആർദ്രമായി വിളിച്ചു. അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അവൻ പറഞ്ഞു. നീ എന്നെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു? ശ്രീലക്ഷ്മി മുഖമുയർത്തി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ ഇപ്പോൾ അഹങ്കാരമായിരുന്നില്ല. പകരം അവളോടുള്ള പ്രണയത്തിൻ്റെ സമുദ്രം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇനി ഒരിക്കലും എന്നെ വിട്ടുപോകുമെന്ന് പറയരുത്. പണം കൊണ്ടല്ല ആര്യൻ, നിങ്ങളുടെ ഈ പ്രണയം കൊണ്ട് നിങ്ങൾ എന്നെ പൂർണ്ണമായും തോൽപ്പിച്ചു കഴിഞ്ഞു. അവൾ ഒരു നേരത്തെ പുഞ്ചിരിയോടെ പറഞ്ഞു. ആര്യൻ അവളെ തൻ്റെ നെഞ്ചോടൊന്നുകൂടി മുറുക്കി ചേർത്ത് പിടിച്ചു. ആ വലിയ ക്യാബിനിലെ തണുപ്പിലും അവൾക്കപ്പോൾ അവൻ്റെ നെഞ്ചിലെ ചൂട് നന്നായി അറിയാമായിരുന്നു. ഒരൊറ്റ നിമിഷം കൊണ്ട് തങ്ങൾക്കിടയിലെ പ്രണയത്തിൻ്റെ ആകാശം എത്രമേൽ മനോഹരമായി മാറിയെന്ന് ഇരുവരും തിരിച്ചറിയുകയായിരുന്നു. ആര്യൻ പതിയെ അവളുടെ താടിയിൽ പിടിച്ച് മുഖം അല്പം ഉയർത്തി. കരഞ്ഞു കളങ്ങിയ തീക്ഷ്ണമായ കണ്ണുകളിലേക്ക് അവൻ നോക്കി. ആ ചുണ്ടുകളിൽ അപ്പോഴും ഒരു നേർത്ത വിറയലുണ്ടായിരുന്നു. ഇത്രയൊരു വലിയൊരു കള്ളം പറഞ്ഞ് എന്നെ കൊല്ലാക്കൊല ചെയ്തതിന് നിനക്ക് ഞാൻ വലിയൊരു ശിക്ഷ തരാൻ പോവുകയാണ് മിസ് ശ്രീലക്ഷ്മി. അവൻ അവളുടെ കാതോരം വന്ന് പ്രണയം നിറഞ്ഞ സ്വരത്തിൽ പതിയെ മന്ത്രിച്ചു. എന്താണ് ബോസിൻ്റെ പുതിയ ശിക്ഷ? അവൾ അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസിൽ വിരലുകൾ കൊണ്ട് വെറുതെ വരച്ചുകൊണ്ട് കുറുമ്പോടെ ചോദിച്ചു. ശിക്ഷ ഇതാണ്. ഇനി മുതൽ ഈ ആര്യൻ്റെ ഹൃദയത്തിൽ നിന്നും നിനക്കൊരു സെക്കൻഡ് പോലും ലീവ് കിട്ടില്ല. മനസ്സിലായോ എൻ്റെ മോളെ? അവൻ്റെ ആ കുസൃതി നിറഞ്ഞ ചോദ്യം കേട്ടതും ശ്രീലക്ഷ്മിയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു തൊടുത്തു. അവൾ വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്താൻ ശ്രമിച്ചെങ്കിലും ആര്യൻ അതിന് സമ്മതിച്ചില്ല. അവൻ അവളുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണീർ തുള്ളികളെ തൻ്റെ വിരൽത്തുമ്പുകൾ കൊണ്ട് അതീവ ആർദ്രമായി തുടച്ചു മാറ്റി. ജനലിലൂടെ അരിച്ചെത്തിയ പ്രഭാത സൂര്യൻ്റെ വെളിച്ചം അവളുടെ മേൽ പതിക്കുമ്പോൾ ആ ക്യാബിനിൽ പ്രണയത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു സംഗീതം പെയ്യുകയായിരുന്നു. അവൻ അവളുടെ നെറ്റിയിൽ തൻ്റെ അധരങ്ങൾ അമർത്തിക്കൊണ്ട് ആഴത്തിൽ ചുംബിച്ചു. ആ ചുംബനത്തിൽ ഒരു വലിയ ആശ്വാസവും അതിലേറെ കാത്തു സൂക്ഷിക്കാൻ പോകുന്ന വലിയൊരു ജീവിതത്തിൻ്റെ ഉറപ്പും ഉണ്ടായിരുന്നു. ശ്രീലക്ഷ്മി ആ നെഞ്ചിൽ കിടക്കുമ്പോൾ തൻ്റെ മുന്നിലെ കഷ്ടപ്പാടുകളെല്ലാം ആ പ്രണയത്തിൻ്റെ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. താൻ തോറ്റുകൊടുത്തത് പണത്തിന് മുന്നിലല്ല, തൻ്റെ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിന് മുന്നിലാണെന്ന തിരിച്ചറിവോടെ അവൾ അവൻ്റെ കൈകളിൽ തൻ്റെ വിരലുകൾ കോർത്തു പിടിച്ചു. അഹങ്കാരവും ആത്മാഭിമാനവും തമ്മിൽ തുടങ്ങിയ ആ പോരാട്ടം ഒടുവിൽ പ്രണയത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു തീരത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. അവസാനിച്ചു. സൂര്യകാന്തി. കഥ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.
അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.